ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. നമ്മുടെ കമന്റ് ബോക്സിൽ ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല, കുറേ നാളായിട്ട് ഒരാൾ ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഹിറ്റ് ദ ഫസ്റ്റ് കേസ്, ആ മൂവി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന്. അന്ന് ആ കമന്റ് ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല. എന്നാൽ ഈയിടെ ഞാൻ ആ ഒരു സിനിമ കണ്ടു. എന്റെ മച്ചന്മാര്, എന്തൊരു കിടിലൻ സിനിമയാണ്. ഇത്രയും ദിവസമായിട്ട് ഞാൻ ആ ഒരു സിനിമ കാണാത്തതിൽ ഭയങ്കര നഷ്ടബോധം തോന്നിയാട്ടോ. ഒരു കിടിലൻ ക്രൈം ത്രില്ലർ, നമ്മൾ ഒട്ടും വിചാരിക്കാത്ത രീതിയിലുള്ള കിടിലൻ ട്വിസ്റ്റ്, നിങ്ങളൊന്ന് ഗസ് ചെയ്യുക പോലുമില്ല, അത്രയും നല്ല ട്വിസ്റ്റുകൾ. അതുപോലെ തന്നെ സിനിമയുടെ അവസാനമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു നോവ്, ഒരു വേദനയൊക്കെ ഉണ്ടാകുമെന്ന് പറയില്ലേ, അതുപോലൊരു ഐറ്റം. അതുപോലെ തന്നെ ഇപ്പൊ തിയേറ്ററിലൊക്കെ നല്ല സക്സസ് ആയിട്ട് ഓടുന്ന ഹിറ്റ് തേർഡ് ഗേൾസ് എന്ന് പറഞ്ഞ ആ ഒരു സിനിമ ഉണ്ടല്ലോ, അതിന്റെ ആദ്യ ഭാഗം തന്നെ അതായിരുന്നു നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ ധൈര്യമായിട്ട് ഈ ഒരു സിനിമയുടെ കഥ നിങ്ങൾ കേട്ടു തുടങ്ങിക്കോ. അപ്പൊ പോവല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കഥാനായകനായിട്ടുള്ള SP വിക്രത്തിനെ കാണിക്കുകയാണ്. വളരെ മോശാവസ്ഥയിലാണ് അദ്ദേഹത്തെ കാണിക്കുന്നത്. കരഞ്ഞുകൊണ്ട് ഈ വിക്രം എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു ഗേറ്റിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ആരോടോ കരഞ്ഞുകൊണ്ട് തന്നെ വിക്രം പറയുന്നുണ്ട് അത് ചെയ്യരുത് എന്ന്. എന്നാൽ അതേ നേരം തന്നെ അയാളുടെ മുന്നിൽ വെച്ച് ഒരു മനുഷ്യനെ പച്ചക്ക് തീ കൊളുത്തുന്നുണ്ട്. അത് കണ്ട് സഹിക്കാൻ കഴിയാതെ നിലവിളിച്ച് കരയുന്ന വിക്രത്തിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞു കുറച്ച് വർഷമായിട്ടുണ്ട്. വിക്രം ഒരു പോലീസുകാരനാണ്. അന്നുണ്ടായ ആ ഒരു ട്രോമ ഇപ്പോഴും അവന്റെ ആ ഒരു മൈൻഡിൽ നിന്നും പോയിട്ടില്ല. ജോലിയെല്ലാം ചെയ്യുന്ന സമയത്ത് പല സമയത്തും പാനിക് അറ്റാക്ക് ഇങ്ങനെ വരാറുണ്ട്. പെട്ടെന്ന് തല കറങ്ങി വീഴൊക്കെ ചെയ്യും. അപ്പൊ അവന്റെ ആ ഒരു ഡോക്ടർ പറയുന്നത് ഈ ഒരു പ്രൊഫഷൻ നിനക്ക് വേണ്ട, വിട്ടുകളഞ്ഞേക്ക്. എന്നാൽ വിക്രം പറയുന്നത് ഡോക്ടറെ, നിങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റുമെങ്കിൽ ചികിത്സിക്ക്, പറ്റുവാണെങ്കിൽ മരുന്ന്, എന്തായാലും ഈ പ്രൊഫഷൻ വിട്ടു പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇതും പറഞ്ഞ് വിക്രം പോകുന്ന സമയത്ത് ഡോക്ടർ രൂപ ഒരു കാര്യം പറയണം, അറ്റ്ലീസ്റ്റ് കുറച്ച് നാളത്തേക്ക് ഈ ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെങ്കിലും നീ ഒന്ന് ലീവ് എടുക്കുവോ? ആര് പറഞ്ഞാലും കേൾക്കാത്ത ആ ഒരു ടൈപ്പാണ് ഈ വിക്രം. വളരെ ബാഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. പക്ഷേ പ്രൊഫഷന്റെ കാര്യം, അതായത് ഒരു പോലീസ് എന്ന രീതിയിൽ ആൾ ഭയങ്കര സക്സസ്ഫുൾ ആണ്, ഭയങ്കര ഇന്റലിജന്റ് ആണ്. ഇപ്പൊ തന്നെ വിക്രം ഒരു ക്രൈം സീനിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഏതോ ഒരു കൊലയാളി ഒരാളെ കൊന്ന് ഇവിടെ എവിടെയോ കുഴിച്ചു കൊട്ടിട്ടുണ്ട്. വലിയൊരു മൈതാനാണത്. പോലീസുകാർ വന്നിട്ട് ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. കുറെ നേരമായിട്ടും ആ ഒരു ബോഡി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ നേരത്താണ് അങ്ങോട്ടേക്ക് വിക്രവും അവന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള രോഹിതും കൂടെ വരുന്നത്. പിന്നീട് കോൺസ്റ്റബിളിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്, എന്താ ഈ പരിശോധനയൊക്കെ എന്തെങ്കിലും കിട്ടിയോ ചോദിക്കുമ്പോൾ, ഇല്ല സാറേ, ഇത്രയും വലിയ ഏരിയയിൽ എവിടെ പോയി തപ്പാനാ. ഇതിനുശേഷം വിക്രം അതിലൂടെ ഒന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ മുളച്ചു നിൽക്കുന്ന ഒരു പ്രത്യേകതരം കാർഡ്, ഒരു 3 ടൈപ്പ് കാർഡ് ഇപ്പൊ വിക്രം പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് എല്ലാ പോലീസുകാരോടും ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നുണ്ട്. ആ 3 ചെടി കാണിച്ചിട്ട് പറയണത്, ഇതാ ഇത് 3 കളകളാണ്, നമുക്ക് ആവശ്യമില്ലാത്ത ചെടികളാണ്, ഇത് 3 ഒരുപോലെ നന്നായിട്ട് വളർന്നു നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ പറയുന്നു പറയണം. അങ്ങനെ ആ ചെടി നോക്കിയതിനു ശേഷം ഈ പോലീസുകാരെല്ലാവരും തിരയാൻ തുടങ്ങുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കോൺസ്റ്റബിള് ഇത്തരത്തിലുള്ള 3 ഈ കളകളും വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ചു. വേഗം തന്നെ അവിടെ കുഴിക്കാൻ വേണ്ടി വിക്രം പറയുന്നുണ്ട്. കുഴിക്കാനുള്ള ആളെയും കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഫോറൻസിക് ടീമും ഉണ്ട്. അധികം വൈകാതെ ആ ഒരു കുഴി എടുത്ത സമയത്ത് അതിനുള്ളിൽ വെച്ച് ഒരു ഡെഡ് ബോഡി കിട്ടുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് വീണ്ടും വീണ്ടും വിക്രത്തിന് അവന്റെ ആ ഒരു പഴയ ഓർമ്മകൾ വന്നു പോവാണ്. അതായത് ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ ഒരു കൊലപാതകം നേരിട്ട് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അത് അവന്റെ അച്ഛനെ ആയിരിക്കാൻ കൊല്ലുന്നത്, വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവന്റെ മുന്നിൽ വെച്ച് ഒരാളെ തീ വെച്ച് കൊന്നില്ലേ. ഈ 2 കാര്യവും മൈൻഡിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. സോ ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ട് അവൻ അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്. പിന്നീട് റിക്കവർ ചെയ്ത ആ ഒരു ബോഡി അവിടുന്ന് കൊണ്ടുപോകാനുള്ള ഓർഡർ വിക്രം കൊടുക്കുകയാണ്. പിന്നീട് കാറിൽ തിരിച്ചു പോകുന്ന സമയത്ത് വിക്രത്തിനോട് രോഹിത് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, സാറിന് എങ്ങനെയാണ് ആ സ്ഥലം മനസ്സിലായത്? അതായത് ആവശ്യമില്ലാതെ മുളക്കുന്ന ഈ ഒരു കളയുണ്ടല്ലോ, എല്ലായിടത്തും ഒരുപോലെയൊന്നും ഇത് 3 ഒരുപോലെ മുളക്കില്ല. മണ്ണിനടിയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ബയോളജിക്കൽ ചേഞ്ച് ഇത് വന്നാൽ മാത്രമേ ഇത് 3 ഒരുമിച്ച് മുളക്കാറുള്ളൂ. അങ്ങനെയാണ് ഞാൻ ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. അതായത് അതിനടിയിൽ ശവം ഉണ്ടായതുകൊണ്ടാണ് ചെടികൾ നന്നായിട്ട് വളർന്നത്. ഇതിനുശേഷം വീണ്ടും വിക്രം മറ്റൊരു ക്രൈം സീനിലേക്ക് ചെല്ലുകയാണ്. ഒരു ഫാമിലിയിലെ കുറച്ച് പേര് മരിച്ചു കിടക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഭിലാഷ് എന്ന പേര്. ഈ അഭിലാഷിന് വിക്രത്തിന് തീരെ ഇഷ്ടമില്ല കേട്ടോ. അപ്പൊ വിക്രം അങ്ങോട്ടേക്ക് വന്നപ്പോൾ, നീ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയാം. അപ്പൊ തന്നെ അവരുടെ ഒരു മേലുദ്യോഗസ്ഥനായിട്ടുള്ള ACP വിശ്വ ഈ അഭിലാഷിനെ വിളിച്ച് പറയാണ്, എന്തായാലും അവൻ അവിടെ നിന്ന് നോക്കിക്കോട്ടെ. ഉള്ളിലേക്ക് വന്നു. വിക്രം ഫുള്ളായിട്ടൊന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അഭിലാഷ് പറയുന്നതിന് കൂടുതലായിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊരു ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ് ആണ്. എന്താണ് അതിന്റെ തെളിവെന്നും കൂടെ വിക്രം ചോദിക്കുമ്പോൾ, ഇയാൾ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ വിക്രം കാണുകയാണ്. കുറച്ചു നേരം അതിലേക്ക് അങ്ങനെ നോക്കി നിന്നിട്ട് ഇപ്പൊ വിക്രം പറയണ, ഡാ മണ്ട, നീയൊക്കെ എവിടുന്നാണ് പഠിച്ചിട്ട് വന്നത്? ഇയാൾക്ക് ആരാണ് ആ ഒരു വീഡിയോ എടുത്തു കൊടുത്തത്? അതുപോലെ തന്നെ പെട്ടെന്ന് ആ ഒരു വീഡിയോ ആരാണ് സ്റ്റോപ്പ് ആക്കിയത്? ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ സ്റ്റോപ്പ് ആവാനുള്ള ഒരു സിസ്റ്റവും ഈ ഒരു ഫോണിലില്ല. സംതിങ് എന്തോ ഒന്ന് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ ആത്മഹത്യ അത് ഫോഴ്സ്ഡ് ആണ്. അതുപോലെ തന്നെ എന്തോ ഒരു മെറ്റീരിയൽ, ഈ പെയിന്റേഴ്സ് അല്ലെങ്കിൽ ഇങ്ക് ഉണ്ടാക്കുന്ന ഫാക്ടറി, അവിടെയെല്ലാം ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ദേഹത്ത് പറ്റി പിടിക്കുന്ന എന്തോ ഒരു തരം സാധനം അവിടുന്ന് വിക്രം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന ആളുണ്ടല്ലോ, ഇയാളുടെ കുടുംബത്തിൽ പെയിന്റേഴ്സോ കാർപ്പന്റേഴ്സോ അതുപോലെ തന്നെ ഇങ്ക് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരോ ആ വഴിക്ക് അന്വേഷണം തിരിച്ചുവിടാൻ വേണ്ടി പറയാണ്. അതായത് ഈ കേസിന്റെ പിന്നാലെ ഒന്നുമല്ല വിക്രം, ഇപ്പോൾ ജസ്റ്റ് എന്താണ് ഇവിടുത്തെ കാര്യം എന്നറിയാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇതിനുശേഷം വിക്രം കാണാൻ പോകുന്നത് നേഹയാണ്. അതായത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ, അതായത് നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളാണ് നേഹ. അവളുമായിട്ട് വിക്രം നല്ലൊരു പ്രണയത്തിലാണ് കേട്ടോ. സോ അവൾ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് ആയിട്ടുള്ള രോഹിതിനോട് വിക്രം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും അസിസ്റ്റന്റ് അല്ല, രണ്ടുപേരും നല്ല കൂട്ടുകാരെ പോലെയാണ്. അപ്പോൾ രോഹിതിന്റെ അമ്മയ്ക്ക് എന്തോ സുഖമില്ല. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു ഫോറൻസിക്
ഫോറൻസിക് ലാബിൽ ജോലി ചെയ്യുന്ന മറ്റൊരാളാണ് ഷിൻഡെ. ഇയാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട്, അല്ല ഇന്നും അവൾ നിന്നെ പോസ്റ്റ് ആക്കിയല്ലേ, അവളെന്തോ കാര്യമായിട്ട് ഒരു കേസിന്റെ പിന്നാലെയാണ്. ഇപ്പൊ ഒരു ഷിൻഡെ പറയുന്നത്, കുഴപ്പമൊന്നുമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വിക്രം അവിടെ നിൽക്കാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ നേഹ വരുന്നുണ്ട് കേട്ടോ. ആളെ കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. എന്തായാലും നേഹ വന്നപ്പോൾ രോഹിത് നൈസായിട്ട് അവിടെ നിന്ന് മാറിക്കൊടുക്കുകയാണ്. കാരണം വിക്രത്തിനും നേഹയ്ക്കും ഒന്ന് സംസാരിക്കാൻ വേണ്ടി രണ്ടുപേരും നേരെ കോഫി ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ പോയ പാടിനെ നേഹ പറയുന്നത്, എടാ നിന്റെ കണ്ടീഷനെ കുറിച്ച് രൂപ എന്നോട് പറഞ്ഞു, എന്താണ് നിന്റെ ലൈഫിൽ പാസ്റ്റിൽ എന്താ സംഭവിച്ചത്, നിനക്ക് എന്താ പറ്റിയത്? ഡോക്ടർ പറഞ്ഞതുപോലെ പറ്റുവാണെങ്കിൽ നീ ഒരു ഡിപ്പാർട്ട്മെന്റ് വിട്ടുപോ, അറ്റ്ലീസ്റ്റ് ലീവെങ്കിലും എടുക്കുന്ന പറയാണ്. ഈ സമയത്ത് വിക്രം പറയാണ്, വെറുതെ എന്നോട് വഴക്കിടാൻ നിൽക്കണ്ട, നല്ല രീതിയിലല്ലേ നമ്മളിപ്പോ പോകുന്നത്, അവള് നിന്റെ ഫ്രണ്ടാ, അപ്പൊ നീ പറയുന്നത് പോലെ തന്നെ ആ ഒരു ഡോക്ടർ പറയുള്ളൂ, തൽക്കാലം ഞാൻ ഇവിടുന്ന് പോകാന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ നേഹ പറഞ്ഞ ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തിട്ട് ലീവ് ചോദിക്കാൻ തന്നെയാണ് വിക്രം നേരെ സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ സീനിയർ ഓഫീസർ ആയിട്ടുള്ള ACP വിഷയം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലീവ് എടുത്ത് പോവാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രീതി എന്നൊരു പെൺകുട്ടിയാണ്. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ പെൺകുട്ടി തന്നെയാണ് കേട്ടോ ഈ പ്രീതി. അപ്പൊ അമ്മയോട് പറയാതെ, അച്ഛാ എനിക്കൊരു അത്യാവശ്യം തിരക്കുണ്ട്, ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് അവൾ നൈസായിട്ട് അവളുടെ ഒരു ചുവന്ന കാറുണ്ട് അതെടുത്ത് പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പ്രീതിയുടെ മുഖത്ത് എന്തോ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്താണെന്നൊന്നും കാണിക്കുന്നില്ല. കുറച്ചു നേരം മുന്നോട്ടേക്ക് പോയപ്പോൾ അവളുടെ കാർ ബ്രേക്ക് ഡൗൺ ആവുകയാണ്. പിന്നീട് ഒരു ഭാഗത്തേക്ക് കാർ ഒതുക്കിയിട്ട് അവൾ പുറത്തങ്ങനെ നിൽക്കുമ്പോൾ അതിലൂടെ ഒരു പോലീസുകാരന്റെ വണ്ടി പാസ്സായി പോകുന്നുണ്ട്. വഴിയിൽ ഒരു പെൺകുട്ടി അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ആ ഒരു പോലീസുകാരൻ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇയാളുടെ പേര് SI ഇബ്രാഹിം എന്നാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഒരുമാതിരി ഒരു ഇഞ്ചും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ബട്ടൺസ് ഇടാത്ത ഒരു റൗഡി പോലീസ് എന്ന് പറയാം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ വന്നിട്ട് പ്രീതിയോട് വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നത്. എന്താ പറ്റിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തേക്ക് ഡ്രോപ്പ് ആക്കി തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട പോലീസിന്റെ വണ്ടിയിൽ എന്തായാലും ഞാൻ വരുന്നില്ല, എന്നൊരു കാര്യം ചെയ്യ്, എന്റെ ഫോണിൽ നീ അച്ഛനെ വിളിച്ചോന്ന് പറയണം. കാരണം പ്രീതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇബ്രാഹിമിന്റെ ഫോണിൽ നിന്ന് അച്ഛനെ വിളിച്ച്, അച്ഛാ ഞാനിവിടെ കാർ ബ്രേക്ക് ഡൗൺ ആയിട്ട് കുടുങ്ങി കിടക്കുക, ഒന്ന് കൂട്ടാൻ വരുമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് ഇബ്രാഹിമിനോട് അവൾ നന്ദിയും പറയുന്നുണ്ട് കേട്ടോ. ശരി മോളെ നോക്കിക്കോളൂല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം അവിടുന്ന് പോവുകയാണ്. അതുപോലെ തന്നെ SI ഇബ്രാഹിമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അയാളുടെ സ്റ്റേഷനിൽ നിന്നും ഒരു ഫയൽ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേ വന്നത് കേട്ടോ, അതായത് മറ്റൊരു സ്റ്റേഷനിലേക്ക്. എന്നാൽ അവിടെ എത്തിയ സമയത്താണ് ഈ കൊണ്ടുവന്ന ഫയൽ മാറിപ്പോയി എന്ന് ഇബ്രാഹിം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ പറഞ്ഞ ഫയൽ തന്നെ എടുക്കാനായിട്ട് ഇബ്രാഹിം തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു നീല കാറിൽ ഒരാള് ആ ആളോട് സംസാരിക്കുന്ന പ്രീതിയെ ഈ ഇബ്രാഹിം കാണുന്നുണ്ട്. പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അവളുടെ അച്ഛനായിരിക്കും എന്ന് കരുതിയിട്ട് ഇബ്രാഹിം അവിടുന്ന് പോവുകയാണ്. അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് അതേ സ്ഥലത്ത് വേറൊരു കാറിൽ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ പ്രീതിയുടെ അച്ഛനായിട്ടുള്ള മോഹനായിരുന്നു. അപ്പൊ എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി ഇബ്രാഹിം മോഹന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പ്രീതിയുടെ അച്ഛനാണ്, അവൾ പറഞ്ഞിട്ട് അവളെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ഒരു ഇബ്രാഹിം പറയുന്നുണ്ട്, പേടിയൊന്നും വേണ്ട, ചിലപ്പോൾ അവളുടെ വല്ല കൂട്ടുകാരും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ പോയിട്ടുണ്ടാവും, ഇനി ഇപ്പൊ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വൈകുന്നേരം സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, കംപ്ലൈന്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാന്ന് പറയണം. അങ്ങനെ വൈകുന്നേരമായി. ഇപ്പൊ ഭയങ്കര ടെൻഷനിൽ മോഹനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ സ്റ്റേഷനിലേക്ക് വരികയാണ്. ഇബ്രാഹിമിനോട് ഈ മോഹൻ വളരെ റോങ് ആയിട്ട് പെരുമാറുകയാണ്. അതായത് നിങ്ങൾ കാരണമാണ് എന്റെ മകള് മിസ്സായത്, ഉച്ചക്ക് തന്നെ ഒന്ന് അന്വേഷണം തുടങ്ങിയായിരുന്നെങ്കിൽ എന്റെ മോളെ കിട്ടിയേനെ. എന്നാൽ ഇത് കേട്ടപ്പോൾ ഇബ്രാഹിമിനും ആകെ ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, നിങ്ങളുടെ മകളുടെ എന്താ വല്ല വാച്ചറേറ്റ് ആണോ? ഞാൻ കേസ് തന്നാൽ ഞങ്ങൾ പോയിട്ട് അന്വേഷിക്കും, എന്തായാലും കംപ്ലൈന്റ് കൊടുത്തേക്കെന്ന് പറയാണ്. പിന്നീട് ഇബ്രാഹിം നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുകയാണ് കേട്ടോ. അതായത് ഇബ്രാഹിം ഫയൽ മാറിയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ ഒരു നീല കാറിൽ ആരോടോ ഈ പ്രീതി സംസാരിക്കുന്നത് കണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഏതാണ് ആ ഒരു നീലക്കാർ എന്ന് പരിശോധിക്കുകയാണ്. വലിയ ഹൈവേകളിൽ ഒരുപാട് ടോളുകൾ ഉണ്ടാവല്ലോ, സോ അവിടേക്ക് ചെന്നിട്ട് അവിടുത്തെ CCTVയും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ അതിലൂടെ അങ്ങനെ ഒരു നീലക്കാർ പാസ് ചെയ്ത് പോയിട്ടില്ല. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഉള്ള ടോളിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ അതിലൂടെയും അങ്ങനെ ഒരു നീലക്കാർ പാസ് ചെയ്ത് പോയിട്ടില്ല. ഇതെന്തായിരിക്കും ആകെ തല പുകഞ്ഞിട്ട് ഈ ഒരു ഇബ്രാഹിം സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ACP വിശ്വ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ മോഹന്റെ ഒരു ഫാമിലി ഫ്രണ്ട് ആയിരുന്നു വിശ്വ. ഈ ഇബ്രാഹിമിന്റെ ലുക്ക് തന്നെ ഇഞ്ച് ചെയ്യാതെ ബട്ടൺസ് ഒന്നും ഇടാതെ അങ്ങനെ ഒരു ടോട്ടലി ഒരു അലസമായ ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ ഒരു നല്ല പോലീസുകാരനാണ്. എന്തായാലും മോഹനോട് ഈ ഇബ്രാഹിം ചൂടായതിന്റെ പേരിൽ വിശ്വ അപ്പം തന്നെ അടിച്ചു കൊടുക്കുകയാണ്. നല്ലൊരു അടിപൊളി സസ്പെൻഷൻ. പിന്നീട് മോഹന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട പ്രീതിയെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം, ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനെ തന്നെ ഞാൻ അതിനുവേണ്ടി നിയമിക്കുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയാണ്. ലീവ് എടുത്ത് അവൻ വീട്ടിലേക്ക് പോയതാണല്ലോ. ആ സമയത്തുണ്ട് വിക്രത്തിനെ മറ്റേ ഫോറൻസിക് ലാബിലെ ഷിൻഡെ വിളിക്കുന്നത്. കാരണം അയാളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന നമ്മുടെ നേഹ ഉണ്ടല്ലോ, വിക്രത്തിന്റെ ലവർ, അവളെ കാണാതായി. കേട്ട വാർഡിന് വേഗം വിശ്വയുടെ അടുത്തേക്ക്, അതായത് ACP വിശ്വയുടെ അടുത്തേക്ക് വരികയാണ്. മാത്രമല്ല നേഹയെ കാണാതായ ആ ഒരു കേസ് അത് അന്വേഷിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് അഭിലാഷിനെയാണ്. ഇപ്പൊ അഭിലാഷും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അഭിലാഷിന് നല്ല സംശയവും നമ്മുടെ വിക്രത്തിനെയാണ്. കാരണം നേഹയോട് അവസാനമായിട്ട് വിക്രം സംസാരിച്ചപ്പോൾ നന്നായിട്ട് റോങ് ആയിട്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് അഭിലാഷിന് ഭയങ്കര സംശയവും വിക്രത്തിനാ. പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു ദേഷ്യവും ഈഗോയും ഇതെല്ലാം വെച്ച് അവനായിട്ട് ഒരു പണി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിനാണ് അഭിലാഷ് ഈ ഒരു കേസിലേക്ക് ഇറങ്ങിയത് തന്നെ. അതുപോലെ തന്നെ വിക്രം പലതവണ ACP വിശ്വയോട് പറയുന്നുണ്ട്, സാർ ദയവ് ചെയ്ത് ഈ കേസ് എനിക്ക് കൊണ്ടാ, ഞാൻ നോക്കിക്കോളാം. എന്നാൽ ACP പറയുന്നത്, അത് നീ നോക്കിയാൽ ശരിയാവില്ലല്ലോ, ഇമോഷണൽ ആയിട്ട് കേസ് അന്വേഷിച്ചാൽ ഒരു കാര്യം ഉണ്ടാവില്ല, ഇന്റലിജന്റ് ആയിട്ട് തന്നെ അന്വേഷിക്കണം, സോ അവൻ ഈ ഒരു കേസ് നോക്കിക്കോട്ടെ എന്ന് പറയാണ്. എന്നാൽ കുറച്ച് വാശിയിൽ വിക്രം പറയാണ്, സാറേ അൺഒഫീഷ്യൽ ആയിട്ട് ഈ കേസ് അന്വേഷിക്കാൻ എനിക്ക് ആരുടെയും പെർമിഷൻ വേണ്ടല്ലോ, ഞാൻ അന്വേഷിക്കുകയാണ്. പിന്നീട് വിക്രം നേരെ ചെല്ലുന്നത് രോഹിതിന്റെ അടുത്തേക്കാണ്. രോഹിത്, നിന്നെ അവള് വിളിച്ചായിരുന്നു? അപ്പൊ രോഹിത് പറയുന്നത്, അവള് വിളിച്ചായിരുന്നു കാണാതാവുന്ന തലേന്ന്, എന്നാൽ വലിയ പ്രശ്നമുള്ളതായിട്ടൊന്നും അവള് പറഞ്ഞിട്ടില്ല. അപ്പൊ വിക്രം പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും അവളുടെ വീട്ടിലേക്കൊന്ന് പോകണം,
പക്ഷെ അഭിലാഷിന്റെ പോലീസുകാർ പുറത്ത് കാവലായിട്ടുണ്ടാവും. അപ്പൊ എന്താ ചെയ്യാ, നീ എന്തായാലും അവരുടെ ശ്രദ്ധ ഒന്ന് തിരികെ, എനിക്ക് എന്തായാലും അവളുടെ വീട്ടിൽ കയറി ഒന്ന് പരിശോധിക്കണം. ആ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രോഹിത് ചെന്ന് കോൺസ്റ്റബിൾസിനെ ഒന്ന് ശ്രദ്ധ മാറ്റിക്കുകയാണ്. പിന്നീട് അതിന്റെ ഉള്ളിലേക്ക് വിക്രം ചെന്നിട്ട് ആ വീട് മുഴുവൻ പരിശോധിക്കുന്നുണ്ട്. കയറിയ വാർഡ് തന്നെ ഒരുതരം പെർഫ്യൂം, അതായത് അത്തറുണ്ടല്ലോ, അതിന്റെ ഒരു സ്മെല്ല് നന്നായിട്ട് വിക്രത്തിന് കിട്ടുന്നുണ്ട്. പിന്നീട് വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് യാതൊന്നും അവിടെ വെച്ച് വിക്രത്തിന് കിട്ടുന്നില്ല. പെട്ടെന്ന് ടെൻഷനായപ്പോ അവനൊരു ഹാലൂസിനേഷൻ വരികയാണ്. അതായത് ആ മുറിയിൽ നേഹ കിടക്കുന്നതായിട്ട്. തൊട്ടപ്പുറത്ത് തന്നെ വിക്രം, അതായത് അവർ രണ്ടുപേരും കിടന്ന ആ ഒരു കാര്യം അവനിങ്ങനെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വീട് വിട്ട് പുറത്തേക്ക് വരികയാണ്. കോൺസ്റ്റബിൾസിനെയൊക്കെ രോഹിത് നന്നായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് അവർക്ക് വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പോകുന്ന സമയത്ത് രോഹിതിനോട് വിക്രം ഒരു കാര്യം പറയുന്നുണ്ട്. അവളുടെ മുറിയിൽ യാതൊരു പ്രശ്നവുമില്ല, എല്ലാം വളരെ നോർമലാണ്, കാറെല്ലാം ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അതിനുള്ളിലേക്ക് കയറിയപ്പോൾ ഒരു പെർഫ്യൂം, ഒരു അത്തറിന്റെ സ്മെല്ല് എനിക്ക് നന്നായിട്ട് കിട്ടി. ചിലപ്പോൾ അതുപോലെ പോലീസുകാരുടെ സ്മെല്ലായിരിക്കും എന്ന് ഈ രോഹിത് പറഞ്ഞപ്പോൾ അല്ല. പിന്നീട് കേസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സ്റ്റേഷനിലേക്ക് തന്നെ വിക്രം വരുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ആ സമയത്ത് അങ്ങോട്ടേക്ക് നേഹയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വന്നതായിരുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് അറിയാൻ വന്നതാണ്. എന്നാൽ നേഹയുടെ അമ്മയ്ക്ക് വിക്രത്തിന് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. അപ്പൊ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് വിക്രം പറയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല, പക്ഷേ നോക്കിയോ ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും, അവൾക്ക് എന്താ പറ്റിയെന്ന് ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. എന്നാൽ അവനോടൊന്ന് ചിരിക്കുക പോലും ചെയ്യാതെ നേഹയുടെ അമ്മ അവിടുന്ന് പോവാണ്. കാരണം അവൻ ഒട്ടും ഇഷ്ടമില്ല അവളുടെ അമ്മയ്ക്ക്. എന്തായാലും ഇതിനുശേഷം നമ്മുടെ വിക്രം രോഹിത് രണ്ടുപേരും നേരെ പോകുന്നത് നേഹ ജോലി ചെയ്തിരുന്ന ആ ഒരു ഫോറൻസിക് ഓഫീസിലേക്കാണ്. അവിടെ തന്നെ ഷിൻഡ ഉണ്ടല്ലോ, ഷിൻഡയോട് പറയാണ് അവള് ഹാൻഡിൽ ചെയ്ത കഴിഞ്ഞ 3 മാസത്തെ കേസിന്റെ ഫയൽ എനിക്ക് വേണമെന്ന്. ഷിൻഡ അത് എടുത്തു കൊടുക്കുന്നുണ്ട്. അൺഒഫീഷ്യൽ ആയിട്ടാണ്, അതുകൊണ്ട് ആരും അറിയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അറിഞ്ഞാൽ ഇയാളുടെ ജോലി പോവുകയും. എന്തായാലും ആ ഒരു കിട്ടിയ ഫയല് വിക്രം രോഹിത് രണ്ടുപേരും നന്നായിട്ടിട്ട് പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു നേഹ ഒരു കേസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത കാര്യം ഈ വിക്രത്തിന് മനസ്സിലായി. അത് ആ ഒരു ഫയൽ കണ്ടപ്പോൾ മനസ്സിലായി. അതൊരു മിസ്സിംഗ് കേസ് ആയിരുന്നു, ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ്. ആ പെൺകുട്ടിയുടെ പേര് പ്രീതി എന്നാണ്. അതായത് കുറച്ചു മുന്നേ കാണാതായ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ ഒരു കേസിന്റെ പിന്നാലെ നമ്മുടെ നേഹയും പോയിട്ടുണ്ടായിരുന്നു. അതായത് കാണാതായ നേഹ, അതുപോലെ തന്നെ അന്ന് കാണാതായ പ്രീതി എന്ന ഒരു പെൺകുട്ടി, ഈ 2 കേസും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് ഇവിടുന്ന് വിക്രത്തിന് മനസ്സിലായി. സോ നേരെ പോയിട്ട് വിശ്വസാറിനെ കാണുകയാണ്. മാത്രമല്ല പ്രീതിയുടെ ആ ഒരു മിസ്സിംഗ് കേസ് അതിപ്പോഴും തെളിയിച്ചിട്ടില്ല. അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അത് തൽക്കാലം അന്വേഷിച്ചത് ഒരു ശ്രീനിവാസ് എന്ന് പറഞ്ഞ പോലീസുകാരനാണ്. അപ്പൊ അയാളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ പ്രത്യേകിച്ചൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല സാറേ. ആകെ കിട്ടിയത് ഒരു കോട്ടൺ, അതുപോലെ തന്നെ ഒരു സൂചി, അതായത് ഈ സിറിഞ്ചിന്റെ അറ്റത്തേക്ക് വെക്കുന്ന ആ ഒരു നീഡിലുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സാധനം. പക്ഷേ പ്രത്യേകിച്ച് ബ്ലഡ് സാമ്പിൾ ഒന്നും അതിലുണ്ടായിരുന്നില്ല സാറേ. മാത്രമല്ല എന്തൊക്കെ അന്വേഷണം നടത്തിയിട്ടും പ്രീതിയെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഈ ഒരു ശ്രീനിവാസൻ എന്ന ആൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അയാളോട് ചോദിച്ച് വിക്രം ആ ഒരു കേസ് വിക്രമായിട്ട് തന്നെ അന്വേഷിക്കാൻ പോവാണ്. അതിനുള്ള പെർമിഷനും ACP വിശ്വ കൊടുക്കുന്നുണ്ട്. അതായത് നേഹയെ കണ്ടുപിടിക്കാനായിട്ട് ഒഫീഷ്യലി മറ്റൊരു വഴി നമ്മുടെ വിക്രം സ്വീകരിച്ചിരിക്കുകയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട പ്രീതിയുടെ കേസ് വിക്രം അന്വേഷിക്കുകയാണ്. എന്നാൽ അഭിലാഷ് എന്താ ചെയ്യുന്നത്, നേഹയെ കണ്ടുപിടിക്കുന്ന പേരിൽ ഇയാൾ മനഃപൂർവ്വം തന്നെ വിക്രമിനെ ടാർഗറ്റ് ചെയ്യാണ്. ചുമ്മാ അവന്റെ പിന്നാലെ അങ്ങനെ നടക്കുകയാണ്. അതുപോലെ വിക്രത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൻ ആദ്യമായിട്ട് കാണാൻ ചെന്നത് ഇബ്രാഹിമിനെയാണ്. കാരണം പ്രീതിയുടെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ വരെ കിട്ടിയ ആളാണ് ഈ SI ഇബ്രാഹിം. ആ നേരത്തെ അയാൾ ചായ കുടിക്കുകയായിരുന്നു. എന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നിട്ട് അയാളെയും കൂട്ടി പോകുന്നുണ്ട്. പോകുന്ന വഴിയിൽ അയാളുടെ ഒരു കൂട്ടുകാരൻ ഫഹദിന്റെ കടയിൽ ഇയാളുടെ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. അതും കൂടി എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം അവിടെ നന്നാക്കാൻ വെച്ച ആ ഒരു സ്കൂട്ടർ എടുത്തുകൊണ്ട് നേരെ പോവുകയാണ്. അങ്ങനെ ഇബ്രാഹിമിന്റെ വീട്ടിലേക്ക് വന്നു. ഇബ്രാഹിമിനോട് വിക്രം ഒരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളെ സംശയം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും ചെറിയൊരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്. ഇബ്രാഹിമിനോട് അവിടെ തന്നെ ഇരിക്കാൻ പറയുന്നുണ്ട്. അയാളുടെ റൂമിലേക്കൊക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട്. അയാൾ ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂം അത് സ്മെല്ല് ചെയ്ത് നോക്കുകയാണ്. നേഹയുടെ റൂമിലുണ്ടായിരുന്ന ആ ഒരു പെർഫ്യൂമിന്റെ സ്മെല്ലുമായിട്ട് അത് മാച്ച് ആവുന്നില്ല. എന്തായാലും ഇബ്രാഹിം നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇപ്പോൾ രോഹിതും വിക്രവും കൂടെ ഇറങ്ങുകയാണ്. മാത്രമല്ല ഇറങ്ങുന്ന സമയത്ത് അയാളുടെ കൂടെ ഒന്ന് സിഗരറ്റ് വലിച്ചു. അയാൾക്ക് കൈയും കൊടുത്ത് ഇറങ്ങുന്നത്. അതിനൊരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇയാളുടെ ഫിംഗർ പ്രിന്റ് വിക്രത്തിന് കളക്ട് ചെയ്യണമായിരുന്നു. സോ കയ്യിൽ എന്തോ ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിച്ചായിരുന്നു. അതുപോലെ തന്നെ ഇബ്രാഹിം വലിച്ച ആ ഒരു സിഗരറ്റിന്റെ കുറ്റിയും കൂടെ കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് രോഹിതിനോട് പറയുന്നുണ്ട്. ഇതിനുശേഷം കാണാതായി പ്രീതി ഉണ്ടല്ലോ, അവളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി അവളുടെ കോളേജിലേക്ക് ഒന്ന് പോവാണ്. അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അജയ്, അതുപോലെ തന്നെ സന്ധ്യ. ഇവരോടൊക്കെ നമ്മുടെ വിക്രം കാര്യങ്ങൾ മാറി മാറി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സന്ധ്യ ഒരു കാര്യം പറയുന്നുണ്ട്, കോളേജിലെ ഒരു സാറുമായിട്ട് അവൾക്ക് എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോ ആ സാറിന്റെ പേരെന്തോ ചന്ദ്രമൗലി നേറ്റാണ്. അങ്ങനെ ചന്ദ്രമൗലിയോട് കാര്യങ്ങൾ ചോദിക്കാൻ ചെന്ന സമയത്ത് പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. ഈ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഒരുമിച്ച് നടക്കുന്നതും ഇവരിങ്ങനെ മോഡേൺ ആയിട്ട് നടക്കുന്നൊന്നും പറ്റാത്തൊരു തന്തവൈവാണ് ആ മനുഷ്യന്. അപ്പൊ അതിന്റെ പേരിൽ പ്രീതിയോട് ഒന്ന് ചൂടായി എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിരുന്നാലും നമ്മുടെ വിക്രം ചോദിക്കുന്നതിനോടൊക്കെ നല്ല രീതിയിലൊന്നും മറുപടി പറയുന്നില്ല, കുറച്ച് മൊട കാണിക്കുകയാണ്. പെട്ടെന്ന് വിക്രം ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഇയാൾ പേടിച്ചുപോയി. പിന്നീട് തത്തയല്ല താറാവ് പറയുന്നത് പോലെ കാര്യങ്ങൾ പറയാണ്. മാത്രമല്ല ഈ പറഞ്ഞ കൂട്ടുകാരായിട്ടുള്ള അജയ്, അതുപോലെ തന്നെ കൂട്ടുകാരിയായിട്ടുള്ള സന്ധ്യ, പിന്നെ ഈ മാഷി, ഇവരുടെ എല്ലാം DNA സാമ്പിളും ഫിംഗർ പ്രിന്റും ഇതെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം സസ്പെക്ട് ലിസ്റ്റിലുള്ള ആൾക്കാരാണ്. പിന്നീട് അവളുടെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. മോഹനോട് പിന്നീട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് അവളെ കാണാതായില്ലേ, ആ സമയത്ത് നടന്ന കാര്യങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് പറയോ. ഇപ്പൊ മോഹൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. അവളെ കാണാതായില്ലേ, അതിന്റെ തലേന്ന് അവൾ ഈവനിങ് ആയ സമയത്ത് എന്തോ പാർട്ടി ഉണ്ടെന്ന് വേണ്ടി പുറത്തേക്ക് പോയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ അവൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഓർഫനേജ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോയായിരുന്നു. എന്തിനാ ഓർഫനേജിലേക്ക് പോയെന്ന് പറഞ്ഞപ്പോഴാണ് ചില കാര്യങ്ങൾ മോഹൻ പറയുന്നത്. അതായത് ശരിക്കും ഈ
മോഹന്റെ ശരിക്കുള്ള മകളല്ല പ്രീതിയെ ദത്തെടുത്തതാണ്. ദത്തെടുത്തത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഈ മോഹനും മോഹന്റെ ഭാര്യയല്ല, ഇയാളുടെ അനിയനാണ്. അവർ അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലെ ഒരു ഓർഫനേജിൽ വന്നിട്ട് ഇവിടുന്ന് ദത്തെടുത്ത് പോയതാണ് പ്രീതി. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡന്റിൽ എന്റെ അനിയനും ഭാര്യയും മരിച്ചുപോയി. അതിനുശേഷം പ്രീതിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഞാൻ തന്നെയാണ്. അപ്പോ നിങ്ങളുടെ അനിയന്റെ സ്വത്തും കാര്യങ്ങളൊക്കെ അവളുടെ പേരിലായിരിക്കില്ലേ? അവൾക്ക് 18 വയസ്സാകുന്നത് വരെ അതൊക്കെ ഞാൻ തന്നെയാണ് നോക്കിയത്. 18 വയസ്സായപ്പോൾ എല്ലാം അവളുടെ പേരിലേക്കാക്കി. സംതിങ് ഇവിടെ എന്തൊക്കെയോ സസ്പീഷ്യസ് ആയിട്ട് വിക്രത്തിന് തോന്നുന്നുണ്ട്. അതായത് മോഹനും മോഹന്റെ ഭാര്യയും ചിലപ്പോൾ പ്രീതിയുടെ മിസ്സിംഗ് കേസിൽ പ്രതികളായേക്കാം. അവരും ഇപ്പോൾ സസ്പെക്ട് ലിസ്റ്റിലാണ്. അതുപോലെ തന്നെ അവൾ പോകുന്ന ഒരു അനാഥാലയം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോയി നോക്കുന്നുണ്ട്. സരസ്വതി എന്ന പേരുള്ള ഒരു ലേഡിയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതായത് എല്ലാ മാസവും ഈ ഒരു അനാഥാലയത്തിന്റെ ചെലവിനായിട്ട് വലിയൊരു തുക തന്നെ എല്ലാ മാസവും പ്രീതി കൊടുക്കാറുണ്ട്. നല്ലൊരു പെൺകുട്ടിയാണെന്നാണ് സരസ്വതി അവളെ കുറിച്ച് പറയുന്നത്. ഇതിനുശേഷം നമ്മുടെ വിക്രം അതുപോലെ തന്നെ രോഹിത് ഇവര് രണ്ടുപേരും ചെല്ലുന്നത് അന്ന് നമ്മുടെ പ്രീതിയുടെ കാർ ബ്രേക്ക് ഡൗൺ ആയില്ലേ, അതിന്റെ ചുറ്റുമുള്ള ഈ റൂറൽ ആയിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ പോയിട്ട് പരിശോധിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ചില ടയർ പ്രിന്റും കാര്യങ്ങളൊക്കെ കിട്ടി. സോ അത് ടെസ്റ്റിന് വേണ്ടിയിട്ട് അയക്കുന്നുണ്ട്. മാത്രമല്ല ഇനി വിക്രവും രോഹിതും കൂടെ നേരെ പോകാൻ പോകുന്നത് പ്രീതി ഇടക്കിടക്ക് പോവാറുള്ള ആ ഒരു പബ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ്. വൈകുന്നേരം പോകാന്നാണ് വിക്രം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം കാണാന്ന് പറഞ്ഞിട്ട് രോഹിത് അവിടുന്ന് പോവാണ്. കുറച്ചേരം റെസ്റ്റ് എടുക്കാന്ന് കരുതിയിട്ട് വിക്രം അങ്ങനെ ഇരിക്കുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ അവരങ്ങനെ വന്നു പോവാണ്. അതായത് നമ്മുടെ നേഹയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു നല്ല നിമിഷങ്ങളൊക്കെ അവർക്കിടയിൽ വല്ലാത്തൊരു ബോണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അധികം വൈകാതെ ഈവനിങ് ആയപ്പോൾ രോഹിതും നമ്മുടെ വിക്രവും കൂടിയിട്ട് പ്രീതി എപ്പോഴും പോകാറുള്ള ആ ഒരു പബ്ബിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ഈ പ്രീതിയുടെ ഒരു സുഹൃത്തുണ്ട് സ്വപ്നയെ കാണുകയാണ്. അപ്പൊ പ്രീതിയുടെ കാര്യങ്ങളൊക്കെ സ്വപ്നയോട് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും പ്രീതിയെ കുറിച്ച് അറിയില്ല. ജസ്റ്റ് എന്റർടൈൻമെന്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും. കൂടുതലായിട്ട് വലിയ പരിചയമൊന്നുമില്ല. വീണ്ടും പല കാര്യങ്ങളും ഈ സ്വപ്നയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് രോഹിതിനോട് പറഞ്ഞിട്ട് ഈ പബ്ബിലെ CCTV വിഷ്വൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അതേ നേരം തന്നെ ഈ കള്ളൊഴിച്ചു കൊടുക്കാനായിട്ട് കുറെ പയ്യന്മാർ അവിടെ ഉണ്ടാവുമല്ലോ, അതിലൊരുത്തന് എന്തോ ഒരു പന്തികേട് തോന്നിയപ്പോൾ വിക്രം അവനൊന്ന് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ വിക്രത്തിന്റെ അടുത്തേക്ക് വന്ന പാടെ തന്നെ ആ ചെറുക്കൻ ഇറങ്ങി ഒരേറ്റ ഓട്ടാണ്. ബൈക്ക് എടുത്തുകൊണ്ട് എങ്ങോട്ടൊന്നില്ലാതെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിക്രവും രോഹിത് ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് അവന്റെ പിന്നാലെ ചെല്ലുകയാണ്. ഇവനിപ്പോ ഏതോ ഒരു ചേരി ഭാഗത്തേക്ക് ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു പഴയ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഊട്ടിക്കേറുകയാണ്. അവിടെയാണെങ്കിൽ കുറെ ഗുണ്ടുകളും. പിന്നെ അവിടെ വെച്ചൊരു കിടിലും ഫൈറ്റ് എടുക്കുകയാണ്. എല്ലാത്തിനെയും നമ്മുടെ വിക്രവും രോഹിതും കൂടെ അടിച്ച് പരിപ്പാകുന്നുണ്ട്. അവസാനം ആ ഒരു ചെറുക്കനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ എന്നെ കണ്ട ഓടിയത്? സത്യം പറഞ്ഞാൽ ആ ചെറുക്കന്റെ കീശയിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ പേടിച്ചിട്ടാണ് അവൻ ഓടിയത്. അല്ലാതെ ഈ കേസുമായിട്ടൊന്നും അവന് യാതൊരു ബന്ധവുമില്ല. പ്രീതിയുടെ ഫോട്ടോ അതുപോലെ തന്നെ നേഹയുടെ ഫോട്ടോ ഇത് രണ്ടും എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അവരിവിടെ വന്ന് പോവാറുണ്ട്. അതായത് നേഹയല്ല, പ്രീതി ഇവിടെ വന്ന് പോവാറുണ്ട്. അതിൽ കൂടുതലൊന്നും ഇവനറിയില്ല. എന്തായാലും ആക്സിഡന്റിലി ഒരു ഡ്രഗ് കേസ് പിടിച്ചതല്ലേ, പെട്ടെന്ന് തന്നെ പോലീസുകാർക്ക് ഈ കാര്യം ഇൻഫോം ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ വിക്രം നേരെ വരുന്നത് മോഹന്റെ അടുത്തേക്കാണ്. എന്നിട്ട് മോഹനോട് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ നാളെ തന്നെ ഇവിടെ ഒരു പൂജ വെക്കണം, മകളെ കാണാതായില്ലേ അതിന്റെ പേരിൽ. എന്നാൽ എന്തിനാ അങ്ങനെ ഒരു പൂജ വെക്കുന്നതെന്നൊക്കെ മോഹൻ ചോദിച്ചപ്പോൾ വെക്കണമെന്ന് നിർബന്ധപൂർവ്വം വിക്രം പറയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കണം. വിക്രം പറഞ്ഞത് കൊണ്ട് തന്നെ അത് ചെയ്യാന്ന് പറയാണ്. ഇതേ നേരം തന്നെ വിക്രം മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട്, ഈ അയൽപക്കത്തുള്ള ആരെങ്കിലുമായിട്ട് അവൾക്ക് കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നു? അപ്പോൾ ഈ മോഹൻ പറയാണ്, അപ്പുറത്തൊരു ലേഡി ഉണ്ട്, ഷീല എന്നാണ് പേര്. എന്തായാലും വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ എന്തിനാണ് ഈ പൂജയൊക്കെ വെക്കാൻ വേണ്ടി അവരോട് പറഞ്ഞത്? അതായത് രോഹിതെ, ഈ ഒരു പൂജയ്ക്ക് വേണ്ടി അവർ ഒരുപാട് പേര് ക്ഷണിക്കുമല്ലോ, അതിന്റെ ആ ഒരു ലിസ്റ്റ് നമുക്ക് തരുമല്ലോ. ഈ ക്ഷണിച്ചിട്ട് വരാതിരിക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരെ നമുക്കൊന്ന് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വരുന്ന ആൾക്കാരുടെയും ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് പരിശോധിക്കണം. എന്തായാലും ഒരു അയൽവാസിയുമായിട്ട് പ്രീതിക്ക് നല്ല ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ ഷീല, അവരുമായിട്ടൊന്ന് സംസാരിക്കുന്ന കരുതിയിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഷീലയ്ക്ക് ഹസ്ബൻഡ് ഇല്ല കേട്ടോ, ഒരു മകളുണ്ട്. ഹസ്ബൻഡ് ഇല്ല എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ്ഡ് ആണ്, ഇപ്പൊ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. അതുപോലെ ഈ ഏരിയയിൽ ആരും അവരെ അടുപ്പിക്കില്ല, കാരണം ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ വേറൊരു മൈൻഡിലാണല്ലോ ആൾക്കാർ കാണുക എന്ന് ഷീല ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷീല പ്രീതിയുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് എന്തോ ഒരു ഫുഡ് ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നമ്മുടെ വിക്രം പറഞ്ഞതുപോലെ തന്നെ മോഹനും ഭാര്യയും കൂടെ അവരുടെ വീട്ടിൽ ഒരു പൂജ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പൂജയ്ക്ക് പങ്കെടുക്കാൻ വന്ന ഓരോ ആൾക്കാരെയും വിക്രവും രോഹിതും നന്നായിട്ട് പരിശോധിക്കുകയാണ്, ഓരോരുത്തരുടെ മുഖഭാവവും കാര്യങ്ങളും എല്ലാം. ഇതേ നേരത്താണ് അയൽവാസിയായിട്ടുള്ള ഷീല അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അവരുടെ വീടിന്റെ മുന്നിൽ ആരോ എന്തോ ഒന്ന് വെള്ളക്കടലാസിൽ എഴുതിയിട്ടു, അത് വായിച്ചു നോക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഓടി ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ വിക്രത്തിന് കാണാൻ പറ്റിയത് ഒരു വെള്ള പേപ്പറിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അതായത് പ്രീതിയുടെ ഡെഡ് ബോഡി ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന രീതിയിൽ. ഇത് കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, നമ്മുടെ വിക്രത്തിന് വല്ലാണ്ട് ടെൻഷൻ ആവുകയാണ്. അതുപോലെ തന്നെ അവിടെ ആ ഒരു ഹോമവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ആ ഒരു തീ കണ്ടപ്പോൾ പഴയ ഇലൂഷനൊക്കെ വന്നു പോകുന്നിട്ട് അവസാനം തല കറങ്ങി നിലത്ത് വീഴുകയാണ്. അങ്ങനെ ബോധം പോയ സമയത്ത് വിക്രം അവന്റെ ആ ഒരു പഴയ കാര്യങ്ങൾ അവനങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അവനൊരു അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തിക്ക് എന്തോ ചില സൈക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ മരുന്നൊക്കെ അവൾ കഴിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് അനിയത്തി അവനോടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, അതായത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്, വീട്ടിൽ ആരൊക്കെയോ വന്ന് നോക്കുന്നുണ്ട്, ഇവിടെ ചുറ്റുവട്ടത്തും ശ്രദ്ധിക്കുന്നുണ്ട് എന്നെല്ലാം. എന്നാൽ വേലക്കാരനോട് വിക്രം ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. അപ്പൊ അനിയത്തിയോട് പറയുന്നുണ്ട്, നീ ഗുളിക കഴിക്കാത്തതിന്റെ പ്രശ്നം ഇതൊക്കെയാണ്. അപ്പൊ ഭയങ്കര ദേഷ്യത്തിൽ അവൾ ആ ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ തട്ടി മാറ്റുകയാണ്. അപ്പൊ ആ ഒരു കാര്യം കണ്ട് വിക്രം ചാടി എഴുന്നേൽക്കാണ് കേട്ടോ. അതേ നേരത്തെ തന്നെ അവന്റെ കൂടെ ഉണ്ടായിരുന്നത് മറ്റേ നേഹയുടെ കേസ് അന്വേഷിക്കുന്ന അഭിലാഷ് ഉണ്ടല്ലോ, വിക്രത്തിനെ തീരെ കണ്ടുകൂടാത്തവൻ, അവനും ഉണ്ടായിരുന്നു. അപ്പൊ അവൻ പറയുന്നത്, നിനക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല, എന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരണമെന്നാ. എന്നാൽ
രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുണ്ടാവുകയാണ്. ഈ നേരത്തെ അങ്ങോട്ടേക്ക് ACP വിഷു വരുന്നുണ്ട്. അഭിലാഷിനോടൊരു കാര്യം പറയണം. ഒട്ടും മര്യാദ ഇല്ലാത്ത രീതിയിലാണ് നീ ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. നിന്റെ കോൺസെൻട്രേഷൻ മുഴുവനും വിക്രത്തിലാണ്, അല്ലാതെ നേഹയെ കണ്ടുപിടിക്കുന്ന കാര്യത്തിലില്ല. സോ ഈ കേസ് ഇന്ന് മുതൽ നീ അന്വേഷിക്കേണ്ടെന്ന് പറയണം. അടിച്ച അണ്ണാക്കിലേക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഭിലാഷിന് ഇപ്പൊ വിക്രത്തിനോട് ഭയങ്കരമായിട്ട് പക തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഷീലയുടെ വീട്ടിൽ നിന്ന് ഒരു കത്ത് കിട്ടിയെന്ന് പറയുന്നില്ലേ, അപ്പൊ ആ ഒരു കത്തിൽ പറഞ്ഞ സ്ഥലത്ത് പോലീസുകാർ പോയിട്ട് ബോഡി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെയാണ് പ്രീതിയുടെ ഡെഡ് ബോഡി ഇട്ടേന്നാ പറയുന്നത്. മാത്രമല്ല രോഹിതിനോട് ആരാണ് ആ ഒരു കത്ത് അവിടെ ഇട്ടേന്ന് പരിശോധിക്കാൻ വേണ്ടി അതിൽ ആ ഒരു ഫിംഗർ പ്രിന്റ് പരിശോധിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അതിൽ 3 ആൾക്കാരുടെ ഫിംഗർ പ്രിന്റ് ആണുള്ളത്. ഒന്ന് ആ ഷീലയുടെ തന്നെ, രണ്ടാമത് ആ പ്രീതിയുടെ അച്ഛനായിട്ടുള്ള മോഹന്റെ ഫിംഗർ പ്രിന്റ്, പിന്നെ വിക്രം നിന്റെ ഫിംഗർ പ്രിന്റ് കൂടെ അതിലുണ്ട്. അതായത് ഇത് ആരാ അവിടെ ഇട്ടേന്നൊന്നും നമുക്ക് ഇതിലൂടെ വേർതിരിച്ച് പറയാൻ കഴിയില്ല. എന്തായാലും ഷീലയുടെ വീട്ടിലേക്ക് പോയിട്ട് ഒന്നുകൂടെ കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് കരുതിയിട്ട് ഇപ്പൊ വിക്രം രോഹിതും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലാണ്. ഷീലയോട് പല കാര്യങ്ങളും തലങ്ങും വിലങ്ങും ചോദിക്കുന്നുണ്ട്. എന്നാൽ സംശയാസ്പദമായ രീതിയിൽ ഒന്നും കാണുന്നില്ല. ആ സമയത്താണ് ഷീല വരച്ചു വെച്ച ഒരു ചിത്രം വിക്രം കാണുന്നത്. കുറച്ച് വ്യത്യസ്തമായ ഒരു ചിത്രമായിട്ട് തോന്നുന്നതാണ്. അതിന്റെ ഒരു ഫോട്ടോ വിക്രം എടുക്കുന്നുണ്ട്. പിന്നീട് നേരെ പോകുന്നത് ഫോറൻസിക് ലാബിലേക്കാണ്. എന്നിട്ട് അന്നൊരു പേപ്പറിൽ ആരും ഒരാൾ എഴുതി വെച്ചു എന്ന് പറയുന്നില്ലേ, അതൊരു തരം രീതിയിലുള്ള ഇങ്ങനെ സ്ക്രാച്ച് ചെയ്താണ് എഴുതിയത്. അപ്പൊ ആ ഒരു എഴുത്തും അതുപോലെ തന്നെ ഇപ്പൊ ഷീല വരച്ച ആ ഒരു ചിത്രം ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു പാറ്റേൺ കൂടെ ഫോറൻസിക് ടീമിനോട് പരിശോധിക്കാൻ പറയുമ്പോൾ ഏകദേശം രണ്ടും മാച്ച് ആവുകയാണ്. സോ ആ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ ഷീല തന്നെയായിരിക്കും. പക്ഷെ എന്തിനായിരിക്കും? ആ കാര്യം വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നേരെ ഷീലയുടെ വീട്ടിലേക്ക് പോവാണ്. അതുപോലെ തന്നെ അന്ന് ഇബ്രാഹിം കണ്ടു എന്ന് പറയുന്ന ആ ഒരു നീല കാർ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ യാതൊരു വിവരവും നിലവിൽ കിട്ടിയിട്ടില്ല. എന്തായാലും ഷീലയുടെ വീട്ടിലേക്ക് പോവാണ്. രണ്ടാമതും ഫുള്ളായിട്ടൊന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ പോലീസുകാർക്ക് ആവശ്യമായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഷീലയുടെ കാറിന്റെ പുറമെ വേറൊരു കാർ കൂടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതെന്താ പുതിയൊരു കാർ എന്നിപ്പോ വിക്രം ചോദിച്ചപ്പോൾ അത് തന്നെ സാറേ ഞാൻ സർവീസിന് കൊടുത്തായിരുന്നു, ഇപ്പൊ കിട്ടിയതാന്ന് പറയണം. അതിന്റെ ആ ഒരു ചാവി എടുത്തിട്ട് വാ, എന്തായാലും അതിന്റെ മുകളിൽ വെച്ച ആ ഒരു ഷീറ്റൊക്കെ മാറ്റിയെന്ന് പറയുമ്പോൾ ഷീറ്റ് അങ്ങ് മാറ്റുകയാണെന്ന് നോക്കുമ്പോൾ അതൊരു നീല കാറായിരുന്നു. അതുപോലെ കാർ തുറന്നു, അതിന്റെ ആ ഒരു ഡിക്കി തുറന്നു നോക്കുമ്പോൾ ചില ഫയൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ തന്നെ വിക്രം ഇപ്പോൾ ഷീലയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ തന്നെ ഷീല ആകെ പേടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. സ്റ്റേഷനിലെത്തി ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അവസാനം ഷീല ഒരു കാര്യം സമ്മതിക്കുകയാണ്. ആ കത്ത് എഴുതിയത് മറ്റാരുമല്ല സാറേ, ഞാൻ തന്നെയാണ്. അതായത് ഈ കോളനിയിൽ ആകെ ഈ ഷീലക്ക് അടുപ്പുണ്ടായിരുന്നത് പ്രീതിയോട് മാത്രമായിരുന്നു. അവള് കൂടെ പോയപ്പോൾ ആരും അവളെ ശ്രദ്ധിക്കാതെയായി, ഒരൊറ്റപ്പെടലായി. അപ്പൊ ഈ ഒരു ഹൗസിംഗ് കോളനിയിലുള്ള ബാക്കിയുള്ളവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കാര്യം വിക്രം വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തണം എന്ന് പറയാണ്. നുണപരിശോധന ടെസ്റ്റ് ഉണ്ടല്ലോ, അത് തന്നെ. അങ്ങനെ ആ ഒരു പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വിക്രം പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. പ്രീതിയെ നീയാണോ തട്ടിക്കൊണ്ടുപോയത്, അതുപോലെ തന്നെ നേഹയെ അറിയോ, അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനും സത്യമായിട്ട് തന്നെ അവൾ മറുപടി പറയുന്നുണ്ട്. ഇതുമായിട്ടൊന്നും അവൾക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഇതൊന്നും പോരാ, രണ്ടാമത് ഒന്നുകൂടെ ചെയ്യണം, നാർക്കോട്ടിക് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയണം. അതായത് മയക്കുമരുന്ന് കൊടുത്തിട്ട് ഈ ടെസ്റ്റ് ഒന്നുകൂടെ ചെയ്യണം എന്ന് പറയണം. അപ്പൊ അതിനുവേണ്ടി പുറത്തു പോയിട്ട് വിക്രം വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ നേരത്തെല്ലാം വീണ്ടും നമ്മുടെ നേഹയുടെ ആ ഒരു ഓർമ്മകൾ വന്നു പോവാണ്. ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേർക്കിടയിൽ വല്ലാത്തൊരു കെമിസ്ട്രി ഉണ്ട്. എന്തായാലും ആ ഒരു നാർക്കോട്ടിക് ടെസ്റ്റ് അത് വീണ്ടും ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ ഒരു മരുന്നെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഒരു മയക്കുമരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ വല്ലാണ്ട് ടയർഡായിട്ട് കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. പ്രീതി നീയാണ് തട്ടിക്കൊണ്ടുപോയത് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരു വ്യക്തമായ മറുപടിയല്ല കൊടുക്കുന്നത്. എന്നാൽ അബോധാവസ്ഥയിൽ നേഹ എന്ന പേര് അവൾ പറഞ്ഞപ്പോൾ നമ്മുടെ വിക്രം വല്ലാണ്ട് വയലന്റ് ആവണം. അതാ കണ്ടോ അവള് ആദ്യം പറഞ്ഞത് നേഹ അറിയില്ലെന്നാ, ഇപ്പൊ അവള് കണ്ടോ ബോധമില്ലാത്ത അവസ്ഥയിൽ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് വിക്രം വല്ലാണ്ട് വയലന്റ് ആവാണ്. എല്ലാവരും കൂടെ എങ്ങനെയൊക്കെയോ പിടിച്ചവനെ പുറത്താക്കുന്നുണ്ട്. വിവരം അറിഞ്ഞ് അങ്ങോട്ടേക്ക് ACP വിഷ് വരുന്നുണ്ട്. എന്റെ പൊന്നു മോനെ, നിന്റെ ഇന്റലിജൻസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് കരുതി നിന്റെ എല്ലാ ആട്ടത്തിനും കൂടെ നിൽക്കുന്നു വിചാരിക്കേണ്ട. ഇനി മേലാൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ നന്നായിട്ട് തന്നെ വിക്രത്തിനെ വാൺ ചെയ്തിട്ടാണ് ACP വിഷു അനുവിടുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു ഷീലയുടെ വീട്ടിൽ നിന്നും കിട്ടിയ ഒരു നീലക്കാർ, അത് അന്ന് ഇബ്രാഹിം കണ്ട കാർ അത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അയാളെ വിളിച്ചു നോക്കുമ്പോൾ അതല്ലാന്ന് ഇബ്രാഹിം പറയുന്നുണ്ട്. സോ ഷീല എന്തോ നിരപരാധിയാന്ന് തോന്നുന്നു. അതേ നേരം തന്നെ മറ്റൊരു കോള് വരുന്നുണ്ട് നമ്മുടെ രോഹിതിന്. രോഹിത് ആകെ ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ വിക്രത്തിനോട് കാര്യങ്ങൾ പറയണം. ഷീലയുടെ കത്തിൽ അവളൊരു സ്ഥലത്ത് ഈ ഡെഡ് ബോഡി ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നല്ലോ, അവള് തന്നെ എഴുതിയെന്ന് പറഞ്ഞ ഒരു ലെറ്റർ ഉണ്ടല്ലോ, ആ സെയിം സ്ഥലത്ത് വെച്ച് ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. വേഗം തന്നെ അങ്ങോട്ടേക്ക് വിക്രം രോഹിതും ചെന്ന് നോക്കുമ്പോൾ അഴുകിയ അവസ്ഥയിൽ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപാട് തന്നെ ഹാലൂസിനേഷനും ഛർദ്ദിക്കാൻ വരലും എന്തൊക്കെയോ ആയിട്ട് വിക്രത്തിന് തല കറങ്ങുന്ന പോലെ ആവുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ ലൈഫിൽ സംഭവിച്ച ആ ഒരു ട്രാജിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുകയാണ്. അവനൊരു പോലീസുകാരനാണ്, ഒരുപാട് ശത്രുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ അനിയത്തിയെ, സുഖമില്ലാത്ത അനിയത്തിയെ തട്ടിക്കൊണ്ടുപോയി അവന്റെ മുന്നിൽ വെച്ച് തന്നെ ആ ഗുണ്ടകൾ ജീവനോടെ കത്തിച്ചു കളഞ്ഞായിരുന്നു. ആ ഒരു ഷോക്കാണ് അവന്റെ മൈൻഡിൽ ഇപ്പോഴും ഉള്ളത്. ആ സംഭവമാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മളെ കാണിച്ചത്. എന്തോ ആ ഒരു ഓർമ്മകളൊക്കെ ആയിട്ട് വീണ്ടും വിക്രത്തിന് തലകറക്കവും ഛർദ്ദിക്കാൻ വരലും ഇതെല്ലാം ഓവർ ആവുന്നുണ്ട്. അതിനിടയിൽ രോഹിതിനോട് പറയുന്നുണ്ട്, രോഹിത് അത് ആരുടെ ബോഡിയാണെന്ന് ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാന്ന് പറയണം. ഇനിയിപ്പോ നേഹയുടെ ബോഡിയാണോ പ്രീതിയുടെ ബോഡിയാണോ ആരുടെ ബോഡിയാണെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇതിനു ശേഷം നമ്മുടെ വിക്രം നേരെ ചെല്ലുന്നത് സ്റ്റേഷനിലേക്കാണ്. അതായത് ഷീല പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഈ ബോഡി വന്നത്. അതായത് അവള് പറഞ്ഞത് വെറുതെ കോളനിയിലെ ആൾക്കാരെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എഴുതിയെന്നാണ്. പക്ഷെ പിന്നെ എങ്ങനെ അവള് പറഞ്ഞ അതേ സ്ഥലത്ത് വെച്ച് തന്നെ ആ ഒരു ബോഡി കിട്ടിയത്? എന്തായാലും അവളൊന്നും പറയാത്തത് കൊണ്ട് മൂന്നാമുറ എടുക്കാൻ വേണ്ടി വിക്രം ലേഡി പോലീസുകാരെ വിളിക്കുകയാണ്. നന്നായിട്ട് തന്നെ ഷീലയെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അവള് ഒന്നും അറിയില്ല, പ്രീതിയെ ഞാൻ ഒന്നും ചെയ്തില്ല
ചെയ്തില്ല, നേഹ എനിക്ക് അറിയില്ല എന്നാ പറയുന്നത്. അതുപോലെ തന്നെ രോഹിതിനോട് അത് ആരുടെ ബോഡിയാണെന്ന് പരിശോധിക്കാൻ പറഞ്ഞല്ലോ. ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നേഹയുടെ ബോഡി അല്ല, അത് പ്രീതിയുടെ ബോഡിയാണ്. പ്രീതി ഒഫീഷ്യലി അപ്പൊ മരണപ്പെട്ടു. അതുപോലെ തന്നെ ഫോറൻസിക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഷിൻഡെ ഇപ്പോ വിക്രത്തിനെ വിളിക്കുകയാണ്. ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു ഷിൻഡെക്ക് പറയാനുണ്ടായിരുന്നത്. അതായത് ഈ മരിച്ചുപോയ പ്രീതിയുടെ ദേഹത്ത് നിന്നും ഒരു DNA സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. അത് മറ്റാരുടേതല്ല, അവളുടെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ഒരു പയ്യനുണ്ടല്ലോ അജയ്, അവന്റെ DNA സാമ്പിൾ ആണ്. സോ ആള് കിട്ടിക്കഴിഞ്ഞല്ലോ. എന്നാൽ ഷിൻഡെക്ക് വീണ്ടും ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതായത് വേറെയും ചില DNA സാമ്പിൾ ഉണ്ട്. മരിച്ചുപോയ പ്രീതിയുടെ പല്ലുകൾക്കിടയിൽ നിന്നും അവളുടെ അച്ഛൻ മോഹന്റെ DNA സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ തൊടയിൽ നിന്നും ഒരു നരച്ച മുടി കിട്ടിയിട്ടുണ്ട്. ആ മുടി ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ അവൾ പോകുന്ന ആ ഒരു ഓർഫനേജിലെ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ സരസ്വതി, അവരുടെ DNA സാമ്പിൾ ആയിരുന്നു. അതായത് ഇപ്പൊ പ്രധാനമായിട്ടും സസ്പെക്ട് ലിസ്റ്റിൽ 4 പേരായി. ഒന്ന് അവളുടെ അച്ഛൻ മോഹൻ, ഒന്ന് ഓർഫനേജിലെ സ്ത്രീ ആയിട്ടുള്ള സരസ്വതി, ഒന്ന് അവളുടെ കൂട്ടുകാരനായിട്ടുള്ള അജയ്, അതുപോലെ തന്നെ അവളുടെ ഒറ്റ ചങ്ങാതിയായിട്ടുള്ള അയൽവാസിയായിട്ടുള്ള ഷീല. പെട്ടെന്ന് തന്നെ മറ്റേ മോഹനെയും അതുപോലെ ആ ഒരു സരസ്വതി എന്ന് പറഞ്ഞ സ്ത്രീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അജയ് മിസ്സിംഗ് ആണ്. എന്നിരുന്നാലും അവന്റെ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്ത് അവനെ അങ്ങോട്ടേക്ക് ചെന്ന് പൊക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് കുറച്ചു നേരത്തേക്ക് നമ്മുടെ വിക്രത്തിന്റെ കൺട്രോൾ തന്നെ പോവാണ്. അതായത് ഇവറ്റകൾ 4 കൂടിയിട്ട് ടോർച്ചർ ചെയ്ത് പ്രീതിയെ കൊന്നതാണ്. അതുകൊണ്ട് തന്നെ വിക്രത്തിന് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നേഹയെക്കുറിച്ച് ഒരു വിവരം ഇപ്പം കിട്ടിയിട്ടുമില്ല. ആകെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥ. 4 പേരെയും മാറി മാറി ചോദ്യം ചെയ്യാണ്. ഒരു രക്ഷയില്ല, ഒരു ക്ലൂവും കിട്ടുന്നില്ല. ആകെ ഡിപ്രസ്സായി, വല്ലാതെ സ്ട്രെസ്സായി. ഇപ്പൊ വിക്രം നേരെ അവന്റെ അനിയത്തിയുടെ ആ ഒരു കല്ലറയിൽ പോയി നിൽക്കുകയാണ്. ഒരു ക്ലൂവും എങ്ങനെ നോക്കിയിട്ടും കിട്ടുന്നില്ല. ആ സമയത്ത് അവന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ലത എന്ന പേരുള്ള ഒരു പെൺകുട്ടിയാണ് വിളിച്ചത്. അതായത് അവൾ ആരോ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചു, തൊട്ടടുത്തുണ്ടായിരുന്ന പോലീസുകാരനായിട്ടുള്ള വിക്രത്തിനെ വിളിച്ചാന്നൊക്കെ പറയാണ്. അതുപോലെ തന്നെ പ്രീതി എന്ന ആ ഒരു പെൺകുട്ടിയെ കാണാതായ സമയത്ത് ചില ഇൻസിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പോലീസുകാർ പബ്ലിക്കിലേക്ക് അത് വിട്ടുകൊടുത്തായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ തന്നെ പോലീസുകാർ വിളിച്ച് പറയണം, അതൊരു കിഡ്നാപ്പ് ആവാനാണ് സാധ്യത. അപ്പൊ ലത എന്ന ആ ഒരു പെൺകുട്ടിയുടെ നേരെയും ഇതുപോലൊരു ശ്രമം ഉണ്ടായിരുന്നു. എന്തായാലും ലൊക്കേഷൻ കിട്ടിയപ്പോൾ വിക്രം അതുപോലെ തന്നെ രോഹിത് രണ്ടുപേരും നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ലത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് അവളുടെ പിന്നാലെ ഒരു വൈറ്റ് അംബാസിഡർ വന്നായിരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ അവളോട് ആ ആള് സംസാരിക്കാൻ വേണ്ടി വന്നു. എന്നാൽ പേടിച്ചതുകൊണ്ട് ലത ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തു. വണ്ടിയുടെ ഉള്ളിൽ തന്നെ ആയിരുന്നു. വണ്ടി വേഗം വിട്ടു. അതുകൊണ്ട് തന്നെ ആ ആൾ അവിടുന്ന് വേഗം രക്ഷപ്പെട്ടു പോയി. എന്തായാലും ആ ആളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിക്രം അതുപോലെ തന്നെ രോഹിത് രണ്ടുപേരും കൂടെ ലതയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ കൂട്ടിയിട്ട് അയാളുടെ മുഖവും കാര്യങ്ങളൊക്കെ വരക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലത പറഞ്ഞതുപോലെയുള്ള ആ ഒരു വൈറ്റ് അംബാസിഡർ ആ കാറ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ടോളും പരിശോധിക്കുന്നുണ്ട്. അവൾ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയുള്ള 2 ടോളും പരിശോധിച്ചു നോക്കി. എന്നാൽ അങ്ങനെ ഒരു വൈറ്റ് അംബാസിഡർ കാർ പാസ്സായി പോയിട്ടേ ഇല്ല. ഇതെന്തെങ്ങനെ? പ്രീതിയുടെ കേസിലും ഇതുപോലെ തന്നെ ഒരു നീല കാർ, ആ ഒരു കാർ നേരിട്ട് ഇബ്രാഹിം കണ്ടതാണ്. എന്നാൽ അപ്പുറത്തെയും ഇപ്പുറത്തെയുള്ള ടോളിലൂടെ അങ്ങനെ ഒരു കാർ പാസ്സായി പോയിട്ടേ ഇല്ല. ഇതിനിടയ്ക്ക് ഈ കാർ എങ്ങോട്ടേക്ക് പോകുന്നേ? മാത്രമല്ല ലത സ്കെച്ച് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഒരാളുടെ മുഖം വരക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം വരച്ചു കഴിഞ്ഞപ്പോൾ ലത പറയാണ്, സാറേ ഇതൊന്നും അല്ല സാറേ അയാളുടെ മുഖം, ആ ഒരു തൊപ്പി അതുപോലെ തന്നെ ആ ഒരു കണ്ണാട് ഇത് മാത്രമേ ഏകദേശം ഒരുപോലെയുള്ളൂ. ദേഷ്യം വന്ന വിക്രം പറയാണ്, ഈ സ്കെച്ച് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, ഇവന് ഓട്ടർഷ കൂലി പോലും കൊടുത്തു പോരുത്, മര്യാദക്ക് വരക്കാറില്ലെങ്കിൽ എന്തിനാടാ ഈ പരിപാടിക്ക് നിൽക്കുന്നത്? ഭയങ്കര കലിപ്പാവുകയാണ്. പക്ഷെ നമ്മുടെ വിക്രം വിട്ടുകൊടുത്തില്ല കേട്ടോ. അവിടെയുള്ള ഓരോ CCTVയും, അതായത് ടോളിലുള്ള വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ, ഓരോ CCTV വിഷയം ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് യാദൃശികമായിട്ട് വിക്രം ഒരു കാര്യം കാണാണ്. ഒരു വലിയ ലോറി, ഒരു കണ്ടെയ്നർ. അപ്പൊ അതിൽ നിന്ന് ടോൾ കൊടുക്കാനായിട്ട് ഒരാൾ തല പതിയെ പുറത്തേക്ക് ഇടുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു തൊപ്പിയും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ കണ്ണാടിയും വെച്ചിട്ടുണ്ട്. അതായത് ലത പറഞ്ഞിട്ട് ആ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് വരച്ചതിൽ ഈ തൊപ്പിയും കണ്ണാടിയും മാത്രമേ അതുപോലെ ഉള്ളൂ എന്ന് അവള് പറയില്ലേ, അതേപോലെ തന്നെ തൊപ്പിയും കണ്ണാടിയും ധരിച്ച ഒരാൾ. വേഗം തന്നെ നമ്മുടെ വിക്രം എന്താക്കി, അന്ന് ഈ പ്രീതിയെ കാണാതായില്ലേ, അന്നുള്ള CCTV വിഷ്വൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ഒരു കണ്ടെയ്നർ, അതിൽ ഇതേ തൊപ്പിയും കണ്ണാടിയും വെച്ച ആള്. വേഗം തന്നെ ആ ഒരു കണ്ടെയ്നറിന്റെ നമ്പർ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഫേക്ക് ആണ്, പക്ക ഫേക്ക് ആണ്. അതായത് സംഭവം എന്താന്ന് മനസ്സിലായോ? കാറ് പകുതി വെച്ച് കാണാതാവുന്നുണ്ടല്ലോ, ഇതിന്റെ ഉള്ളിൽ കയറ്റിയിട്ടാണ് കാറ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇവര് തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കൊലയാളി ദാ ആ പോകുന്ന ആളാണ്, ആ കണ്ണാടിയും തൊപ്പിയും വെച്ച ആൾ. പക്ഷെ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അതാരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അവനാകെ ഡിസപ്പോയിന്റഡ് ആയി. ഒരു സമയത്ത് അവന്റെ അടുത്തേക്ക് ACP വിഷു വന്നിട്ട് പറയാണ്, വിക്രം ഇതുപോലെ തന്നെ നിന്റെ ലൈഫിൽ ഒരു സാഹചര്യം വന്നായിരുന്നു, നിനക്ക് ഏറ്റവും ബന്ധപ്പെട്ട ഒരാൾ നിന്റെ ലൈഫിൽ നിന്ന് പോയി, നീ ആകെ തകർന്നു പോയി. പക്ഷെ അതൊന്നും നോക്കാതെ നീ റിക്കവർ ആയിട്ട് വന്നു. ഇന്നും അതുപോലെ തന്നെ നേഹ നിനക്ക് നഷ്ടമായിരിക്കുകയാണ്. അവള് ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. നീ ഇങ്ങനെ തളർന്നിരുന്നാൽ അവളെ രക്ഷപ്പെടുത്താനുള്ള ആ ഒരു സാധ്യത വരെ നഷ്ടമാവുകയാണ്. ഒന്നും നോക്കണ്ട, ചാടി എഴുന്നേൽക്ക്, പോയി വർക്ക് ചെയ്യടാന്ന് പറയാം. ആ ഒരു മോട്ടിവേഷനിൽ വിക്രം വീണ്ടും ചാടി എഴുന്നേൽക്കാണ്. നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അവന്റെ കയ്യിലുള്ള സ്റ്റേഷനിലുള്ള സകലമാണ് ക്രിമിനൽസിന്റെയും ആ ഒരു ഫേസ് ആയിട്ട് ഇവർക്ക് കിട്ടിയ ആ ഒരു ക്ലിയർ അല്ലാത്ത ആ ഒരു ഫേസ് ഉണ്ടല്ലോ, തൊപ്പിയും കണ്ണാടിയും വെച്ച ആ ഒരു ഫേസ് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ആ ഒരു അഭിലാഷ് ഉണ്ടല്ലോ, അവൻ അങ്ങോട്ടേക്ക് വന്നു. എന്താണ് നിന്റെ സാറിന്റെ പരിപാടി? കുറ്റവാളികളെ നോക്കി പരിശോധിക്കുകയായിരിക്കുമല്ലേ? നോക്കിക്കോ, അധികം വൈകാതെ അതിൽ ഒരു പേരും കൂടെ വരും, വിക്രം. ഇതും കൂടി ആയപ്പോ വിക്രത്തിന് അങ്ങോട്ട് പിരി കയറുകയാണ് കേട്ടോ. നേരെ അഭിലാഷിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. 2 കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൂരം തല്ല്. അതിനിടയിൽ അഭിലാഷ് നല്ല പെട്ട വിക്രത്തിന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഞാനും വിചാരിച്ച ഇവന് 2 അടിയുടെ കുറവുണ്ട് എന്ന് കേട്ടോ. എന്തായാലും നല്ല പെട കിട്ടിയപ്പോൾ നോക്കിക്കോടാ, നിനക്കുള്ള പണി ഞാൻ തരുന്നു പറഞ്ഞിട്ട് ACP വിളിക്കാൻ വേണ്ടിയിട്ട് ഈ അഭിലാഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ വിക്രം നിലത്ത് വീണെടുക്കുന്ന അവന്റെ ഫോൺ കാണുന്നുണ്ട്.
കാണുന്നുണ്ട്. ആ സമയത്ത് ഈ കൊലയാളിയുടെ അത്ര വ്യക്തമല്ലാത്ത ഒരു ചിത്രം അവന്റെ ഫോണിൽ തന്നെ വെച്ചായിരുന്നു. എന്നാൽ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ എന്തോ ആ ഒരു ഫേസ് എവിടെയോ കണ്ടതുപോലെ അവന് ഫീൽ ആവുന്നുണ്ട്. അപ്പൊ വേഗം തന്നെ ആ ഒരു ഫോൺ എടുത്തു ടേബിളിൽ വെച്ച് കുറച്ച് മാറി നിന്ന് നോക്കുകയാണ്. അതായത് ഇതുപോലെ ഹെയർ സ്റ്റൈൽ ഇതിന് മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ട്. അതായത് അന്ന് ഇബ്രാഹിം ഉണ്ടല്ലോ, അയാളോട് സംസാരിക്കാൻ വേണ്ടി അയാളെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അയാളുടെ ഒരു സ്കൂട്ടർ എടുക്കാൻ വേണ്ടി ഒരു വർക്ക്ഷോപ്പിലേക്ക് കയറിയല്ലോ. ആ നേരത്തെ അവിടുത്തെ മെക്കാനിക്ക് ഫഹദെ സാധനം റെഡി ആയോന്ന് ഇബ്രാഹിം ചോദിച്ചില്ലേ. അപ്പൊ ചുമ്മാ ഒന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ വിക്രം നോക്കിയായിരുന്നു. അവനും ഇതേ ഹെയർ സ്റ്റൈൽ തന്നെയായിരുന്നു. എന്തായാലും ഒന്ന് പോയി നോക്കാം എന്ന് കരുതിയിട്ട് നേരെ ഫഹദിന്റെ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് ചെന്ന് നോക്കുകയാണ്. ആ സമയത്ത് അത് അടച്ചെടുക്കുകയായിരുന്നു. അവന്റെ വീടും കാര്യമൊന്നും എവിടെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നേരെ ഇബ്രാഹിമിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. രാത്രി തന്നെ ഇബ്രാഹിമിനെയും കൂട്ടി വാ നമുക്ക് അവന്റെ വീട്ടിലേക്ക് ഒന്ന് പോകാന്ന് പറയണം. വീടൊന്നും അല്ല, ഒരു ചെറിയ ഷെഡാണ്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് രാത്രി തന്നെ ആ ഒരു മഴയത്ത് വിക്രവും ഇബ്രാഹിം രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഷെഡ് ഉണ്ട്. ആ ഷെഡിലാണ് അവൻ താമസിക്കുന്നതെന്ന് ഇബ്രാഹിം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തൊരു കാറ് കാണുന്നുണ്ട്, ഒരു നീല കാറ്. അപ്പൊ തന്നെ ഇബ്രാഹിം പറയുന്നുണ്ട്, സാറേ ഞാൻ അന്ന് കണ്ട ആ ഒരു നീല കാറ്, അതായത് പ്രീതി ഒരാളോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറയില്ല, ആ കാറ് ഇതാ ഇത് തന്നെയാന്ന് പറയാണ്. സോ കൊലയാളി ആരാണെന്ന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. വേഗം തന്നെ ആ ഒരു ഷെഡിന്റെ ഉള്ളിലേക്ക് കയറി നോക്കി. അതിന്റെ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഷെൽഫിൽ നിന്നും ചില ഫോട്ടോസ് കിട്ടുകയാണ്. നമ്മുടെ നേഹ അതുപോലെ തന്നെ പ്രീതി രണ്ടുപേരുടെയും ഫോട്ടോ. പെട്ടെന്ന് ഈ ഷെഡിന് നേരെ ഒരു വെടിവെപ്പ് ഉണ്ടാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഷെഡിൽ നിന്നും നമ്മുടെ വിക്രം പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് നോക്കുമ്പോൾ മറ്റാരുമല്ല, ആ ഫഹദ് തന്നെ, മെക്കാനിക്ക്. ഇവർക്ക് നേരെ വെടിവെച്ച് അവൻ ആ ഒരു കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. നല്ല മഴയുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരുവിധം വിക്രത്തിന് ഇപ്പോൾ ആ ഒരു ഫഹദിനെ കയ്യിൽ കിട്ടിയാട്ടോ. എന്നാൽ ഒരു കല്ലെടുത്ത് വിക്രത്തിന്റെ തലക്കിട്ടടിച്ച് അവൻ എങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു. അവന്റെ പിന്നാലെ തന്നെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഇടിമിന്നൽ വരികയാണ്. തൊട്ട് മുന്നിലുണ്ടായിരുന്ന ഒരു മരം അവിടെ നിന്നങ്ങോട്ട് കത്തുകയാണ്. ഇതേ നേരം തന്നെ വിക്രത്തിന്റെ അടുത്തേക്ക് ഇബ്രാഹിം വരുന്നുണ്ട്. സാറേ എന്തായി അവനെ കിട്ടിയോന്ന് ചോദിക്കുകയാണ്. അതേ നേരം തന്നെ ടേ എന്നുള്ള ഒരു ഫയറിംഗ് സൗണ്ട് കേൾക്കാണ്. നോക്കുമ്പോൾ ഈ ഇബ്രാഹിമിന്റെ നെഞ്ചത്തേക്ക് ഒരു ബുള്ളറ്റ് വന്ന് കയറിയിട്ടുണ്ട്. വെച്ചത് മറ്റാരുമല്ല, അതേ ഫഹദ് തന്നെയാണ്. പിന്നീട് വിക്രത്തിന്റെ തലയിലും അവൻ ഗണ്ണ് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. എന്നാൽ പെട്ടെന്ന് വീണ്ടും ഒരു ഫയറിംഗ് സൗണ്ട് കേൾക്കുകയാണ്. അതായത് വെടിയേറ്റ് ഈ ഒരു ഫഹദ് താഴെ വീഴുന്നുണ്ട്. ആ വെടി വെച്ചത് അത് മറ്റാരുമല്ല, അഭിലാഷ് ആയിരുന്നു. വിക്രത്തിന് പണി കൊടുക്കണമെന്ന് വിചാരിച്ച് അവന്റെ പിന്നാലെ തന്നെ അഭിലാഷ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായി, ഇവനെ പിടിക്കാൻ പറ്റിയാട്ടോ. എന്തായാലും പാവം ഇബ്രാഹിം അവിടെ വെടിയേറ്റ് വീണിട്ടുണ്ട്. അതായത് ഈ ഒരു ഫഹദിന്റെ വെടിയേറ്റിട്ട്. അങ്ങനെ അവസാനം ഈ ഒരു ഫഹദിനെ അഭിലാഷും ACP വിക്രവും രണ്ടുപേരും കൂടെ പിടിച്ച് നല്ല കുത്തുകുത്തിയപ്പോൾ അവനൊരു കാര്യം പറയുന്നുണ്ട്, കൊലപാതകം ചെയ്തത് ഞാനാണ്, പക്ഷേ അത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ വേണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന പറയണം. അങ്ങനെ ഈ ഫഹദ് പറഞ്ഞതനുസരിച്ച് ഒരു വീടിന്റെ അടുത്തേക്ക് വിക്രം അതുപോലെ തന്നെ അഭിലാഷും വരുന്നുണ്ട്. ഉള്ളിലേക്ക് ഞാൻ കൂടെ വരണമെന്ന് അഭിലാഷ് ചോദിച്ചപ്പോൾ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, ഇവന്റെ കാര്യം നീ നോക്ക്. അതുപോലെ തന്നെ ഫോഴ്സിനോട് ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞു പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് വിക്രം ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാം. വളരെ നോർമൽ ആയിട്ടുള്ള ആരും ഒരാൾ താമസിക്കുന്ന ഒരു ഫാമിലി താമസിക്കുന്ന ഒരു വീട് തന്നെയായിരുന്നു അത്. എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് അവിടെ ഒരാളെ കണ്ട് വിക്രം ആകെ ഞെട്ടിപ്പോയി. അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അസിസ്റ്റന്റ് ആയിട്ടുള്ള രോഹിതിനെ കണ്ട് വിക്രം ആകെ ഞെട്ടി നിൽക്കുന്ന സമയത്ത് രോഹിത് ഭയങ്കര കൂളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗണ്ണാണെങ്കിൽ വിക്രം അവന് നേരെ ചൂണ്ടി പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ രോഹിത് ഒന്ന് ചിരിക്കുന്നുണ്ട്. വിക്രം പല കാര്യങ്ങളും പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, ചില കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ചിരിയും ചിരിച്ച് അവനൊരു ഷെൽഫിന്റെ അടുത്തേക്ക് ചെന്ന് പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്നും ഗണ്ണ് എടുക്കാൻ നിൽക്കുമ്പോഴേക്കും കൂട്ടുകാരനെ അസിസ്റ്റന്റ് ആയിട്ടുള്ള രോഹിതിനെ വിക്രം ഷൂട്ട് ചെയ്യാണ്. സ്പോട്ടിൽ വെടിയേറ്റ് അവൻ മരിച്ച് താഴെ വീഴുന്നുണ്ട്. അതേ നേരം തന്നെ മുകളിൽ നിന്നും അവന്റെ ഭാര്യ താഴെ കൂടി വരികയാണ് കേട്ടോ. രോഹിതിനെ വിളിച്ചുകൊണ്ട് രോഹിത് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഓടി വന്ന് നോക്കുമ്പോഴാണ് ആ ലേഡി അത് മറ്റാരുമല്ല, അന്ന് ആ ഒരു പബ്ബിൽ വെച്ച് നമ്മുടെ വിക്രം ചോദ്യം ചെയ്ത സ്നേഹമല്ല സ്വപ്ന, അവള് തന്നെയായിരുന്നു. അതേ നേരം തന്നെ വെടിവെച്ച് കേട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ അഭിലാഷ് ഓടി വന്നു. വേഗം തന്നെ അഭിലാഷ് ഒരു ഗണ്ണ് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് പോയപ്പോ അവിടുത്തെ ആ ഒരു മുറിയിൽ ഒരു കട്ടില് കെട്ടിയിട്ട അവസ്ഥയിൽ നേഹയെ കാണുന്നുണ്ട്. അവൾ ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. എന്തായാലും നേഹയെ അഴിച്ചുകൊണ്ട് താഴേക്ക് ഇപ്പോ അഭിലാഷ് വരുന്നുണ്ട്. അതേ നേരത്തെ തന്നെ മരിച്ചു കിടക്കുന്ന ഈ ഒരു രോഹിത് ഉണ്ടല്ലോ, അവന്റെ ആ ഒരു ഡെഡ് ബോഡിയും പിടിച്ചുകൊണ്ട് അവന്റെ ഭാര്യയായിട്ടുള്ള സ്വപ്ന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്വപ്ന ഒരു കാര്യം പറയുന്നുണ്ട്, ഇവനല്ല ഇതിനൊന്നും കാരണക്കാരി ഞാനാണ് എല്ലാം ചെയ്തത്. ആ ഒരു നിമിഷത്തിൽ വിക്രം ആകെ സ്റ്റെക്കായി പോവാണ്. എന്തെവിടെ സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. എന്തായാലും അധികം വൈകാതെ പോലീസുകാരൊക്കെ അങ്ങോട്ടേക്ക് വരികയാണ്. മരിച്ചുപോയ നമ്മുടെ രോഹിതിന്റെ ബോഡി അത് റിക്കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു സ്വപ്നയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്വപ്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തേ എന്നുള്ളത്. എല്ലാത്തിന്റെയും തുടക്കം ആ ഒരു ഓർഫനേജിൽ നിന്നാണ്. ഞങ്ങൾ 3 പേരും ഒരുമിച്ചായിരുന്നു അവിടെ. ഞാനും എന്റെ അനിയത്തിയായിട്ടുള്ള അനികയും അതുപോലെ തന്നെ ഈ പ്രീതിയും. ഒരു ദിവസം ഞങ്ങളിൽ 3 പേരെ ഒരാളെ ദത്തെടുക്കാനായിട്ട് അമേരിക്കയിൽ നിന്നും ഒരു ഫാമിലി വന്നു. അവര് തെരഞ്ഞെടുത്തത് എന്റെ അനിയത്തിയായിട്ടുള്ള അനികയായിരുന്നു. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ. എന്നാൽ അവളുടെ ഹൃദയത്തിന് ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ദമ്പതിമാര് നറുക്കിടുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയപ്പോ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രീതിയോട് പറഞ്ഞു, പ്രീതി അഥവാ നിന്റെ പേരാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ നീ ഒരു കാര്യം പറയണം, അവരുടെ കൂടെ പോകാൻ നിനക്ക് താല്പര്യമില്ല. എന്റെ അനിയത്തിയല്ലേ അനിക, അവളുടെ പേര് പറയണം, കാരണം അവളുടെ ഹാർട്ടിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അമേരിക്കൻ ഫാമിലിയുടെ കൂടെ പോവാണെങ്കിൽ അവൾക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ, നീ അങ്ങനെ പറയില്ല പ്രീതി എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞോളാം എന്ന് പറയണം. എന്നാൽ നറുക്കെടുപ്പിൽ ചാൻസ് കിട്ടിയത് പ്രീതിക്കായിരുന്നു. കുട്ടിയായ പ്രീതി എന്താക്കി അമേരിക്കൻ ഫാമിലിയുടെ കൂടെ അങ്ങ് പോവാണ്. സ്വപ്ന പറഞ്ഞതുപോലെ അവളുടെ ആ ഒരു വീണ് കിട്ടിയ ലൈഫൊന്നും മറ്റാർക്കും അവൾ വിട്ടുകൊടുത്തില്ല. അപ്പൊ അതിന്റെ ആ ഒരു സങ്കടം സ്വപ്നയുടെ ഉള്ളിൽ അന്നു മുതലേ ഓർഫനേജിൽ വെച്ചുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഹൃദയ സംബന്ധമായ
അസുഖം കാരണം സ്വപ്നയുടെ അനിയത്തി മരണപ്പെട്ടു പോയി. ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അതുപോലെ തന്നെ ഈ പ്രീതി എന്നുള്ള ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു സ്വപ്നയ്ക്ക് ദേഷ്യവും പ്രതികാരവും ഇതെല്ലാം വരാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ സ്വപ്ന ആ ഒരു ഓർഫനേജിൽ വെച്ച് വളരാൻ ആരംഭിച്ചു. പിന്നെ രോഹിതിനെ കണ്ടു, അവന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ഒരു ദിവസം സ്വപ്ന അന്ന് ആ ഒരു പാർട്ടിയിൽ, അതായത് പബ്ബിൽ വെച്ച് പ്രീതിയെ കണ്ടു. അവളുടെ ജീവിതം ഇന്ന് നല്ല അടിപൊളിയാണ്. അത് കണ്ട് സ്വപ്നയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അവളുടെ അനിയത്തിക്ക് കിട്ടേണ്ട ലൈഫാണിത്, അതിപ്പോ കിട്ടിയിരിക്കുന്നത് പ്രീതിക്കാണ്. പണ്ട് മുതലേ അവളോടുള്ള ആ ഒരു പ്രതികാരവും ദേഷ്യവും പകയും ഇതെല്ലാം കാരണം അവളെ കൊല്ലാനായിട്ട് സ്വപ്ന തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി അവൾ ഒരു വാടക കൊലയാളിയെ കണ്ടുപിടിച്ചു. ആ ആളായിരുന്നു ഫഹദ്. അങ്ങനെ ഫഹദിന് ഈ സ്വപ്ന കൊട്ടേഷൻ കൊടുത്തു, അതായത് പ്രീതിയെ തട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി അന്ന് രാത്രി പ്രീതിയുടെ കാറിന് എന്തൊക്കെയോ ചില ഡാമേജുകളാക്കി അത് പിറ്റേ ദിവസം ഓടുന്ന സമയത്ത് ബ്രേക്ക് ഡൗൺ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചത് ഇതേ ഫഹദ് തന്നെയായിരുന്നു. എന്നിട്ട് പ്രീതിയെ തട്ടിക്കൊണ്ടുപോയിട്ട് സ്വപ്നയുടെ വീട്ടിൽ ഈ ഫഹദ് ആക്കി കൊടുക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞ് പിന്നീട് രോഹിത് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഒരു കട്ടില് ചോരയിൽ കുളിച്ച് കിടക്കുന്ന പ്രീതി. അതായത് സ്വപ്ന അവളുടെ ആ ഒരു ദേഷ്യം മുഴുവൻ അവളുടെ ദേഹത്ത് കുത്തി കുത്തി തീർത്തായിരുന്നു. എന്നാൽ കൊല്ലണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല. അപ്പൊ അവൾക്ക് ആകെ പേടിയാവാൻ തുടങ്ങി. എന്തായാലും സ്വപ്നയോട് നല്ല സ്നേഹമായിരുന്ന രോഹിത് അവളുടെ എല്ലാ കാര്യത്തിനും കൂടി നിൽക്കുകയാണ്. അവളുടെ ഡെഡ് ബോഡി ഇവിടുന്ന് കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് മറവ് ചെയ്തു. എന്റെ ഭാര്യയെ പ്രൊട്ടക്ട് ചെയ്യാനാണ് രോഹിത് പരമാവധി ശ്രമിച്ചത്. അതുപോലെ തന്നെ അതിനിടയിൽ നമ്മുടെ ഷീല ഒരു പരിപാടി ചെയ്തായിരുന്നല്ലോ. കോളനിയിലെ ആൾക്കാർക്ക് അവളുടെ മേലെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്ത് ആ ഒരു ബോഡി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെ ഒരു നോട്ട് എഴുതിയിരുന്നില്ലേ? ആ നോട്ട് എഴുതിയതിനു ശേഷം രോഹിത് എന്താക്കി, അവൻ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നും ഈ ഒരു പ്രീതിയുടെ ബോഡി എടുത്തിട്ട് ഷീല അവളുടെ ആ ഒരു നോട്ടിൽ പറഞ്ഞ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയിട്ട് അവളുടെ ആ ഒരു ബോഡി കുഴിച്ചിട്ടു. അതിന്റെ കൂടെ തന്നെ ഈ 3 പേരുടെ DNA, അജയ്, അതുപോലെ തന്നെ മോഹൻ, പിന്നെ ആ ഒരു സരസ്വതി എന്ന് പറഞ്ഞ ആ സ്ത്രീ, എല്ലാവരുടെയും ആ ഒരു DNA അവൻ തന്നെയാണ് പ്രീതിയുടെ ദേഹത്തിട്ട് വെച്ചത്. മാത്രമല്ല എന്തിനാണ് ഇവർ നേഹയെ തട്ടിക്കൊണ്ടുവന്ന് നോക്കുകയാണെങ്കിൽ ആ കേസുമായിട്ടുള്ള ഫോറൻസിക് ഡാറ്റയും കാര്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ഫഹദിലേക്ക് എത്താനുള്ള എല്ലാ തെളിവും ഓൾറെഡി നേഹയ്ക്ക് കിട്ടിയായിരുന്നു. ഫഹദിനെ കിട്ടിക്കഴിഞ്ഞാൽ തന്റെ ഭാര്യ പെടുമെന്ന് നമ്മുടെ രോഹിതിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒരു ദിവസം രാത്രി രോഹിത് നേരെ നേഹയുടെ അടുത്തേക്ക് ചെന്നു. അവളോട് ഭയങ്കര കാഷ്വൽ ആയിട്ട് സംസാരിച്ചു, കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിച്ചു. എന്നിട്ട് അവള് കുടിക്കുന്ന ആ ഒരു ജ്യൂസിൽ ഒരു മയക്കുമരുന്നിട്ട് അവള് ബോധം കെടുത്തി രോഹിത് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതായത് നേഹയെ കൊല്ലണമെന്ന് അവർക്ക് യാതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. രോഹിതിനും അതുപോലെ തന്നെ ഈ സ്വപ്നയ്ക്കും എങ്ങനെയെങ്കിലും ഈ നാട് കടന്നാൽ മതി. അപ്പോ ഈ നാട് വിട്ടു പോകുന്നത് വരെ സ്വപ്ന എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണമല്ലോ. അതിനുവേണ്ടി മാത്രമാണ് സ്വപ്നയെ തട്ടിക്കൊണ്ടുപോയത്. അതുപോലെ ക്രൈം സീനിൽ നിന്നും കിട്ടിയ ഒരു നീഡില്, ആ നീഡില് പ്രത്യേകിച്ച് ഒന്നുമില്ലാന്ന് ആദ്യം ആ ഒരു കേസ് അന്വേഷിച്ച ശ്രീനിവാസൻ പറഞ്ഞായിരുന്നല്ലോ. കാരണം ആ ഒരു നീഡില് രോഹിത് മാറ്റിവെച്ചു. അതുകൊണ്ടാണ് ആ നീഡിൽ നിന്നും ഒന്നും കിട്ടാതിരുന്നത്. അങ്ങനെ കംപ്ലീറ്റ്ലി രോഹിത് അവന്റെ ഭാര്യയായിട്ടുള്ള സ്വപ്നയെ രക്ഷപ്പെടുത്താനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ സ്വപ്നയായിട്ട് തന്നെ എല്ലാവരോടും തുറന്നു പറയാണ്. പക്ഷെ അവളൊരു കാര്യം പറയുന്നത്, ഒരു കാരണവശാലും രോഹിത് ഒരു ക്രിമിനലോ കൊലപാതകയോ ഒന്നുമല്ല. എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്തായാലും എല്ലാ രഹസ്യങ്ങളും ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതേ നേരം തന്നെ വിക്രം പോയിട്ട് ആ ഒരു ഫഹദിനെ ചോദ്യം ചെയ്യാണ്. അതായത് രണ്ടാമതും ലത എന്ന ആ ഒരു പെൺകുട്ടിയെ എന്തിനാണ് ഇവൻ ആക്രമിക്കാൻ നോക്കിയത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയത്? അതുകൊണ്ടാണല്ലോ ശരിക്കും ഈ ഒരു കേസ് തെളിഞ്ഞതും ഇവൻ പിടിക്കപ്പെട്ടതും. ആ സമയത്ത് അവൻ പറയുന്നത്, സാറേ കാശിന് വേണ്ടിയാണ്. ഒരു വട്ടം കാശ് കിട്ടിയപ്പോൾ പിന്നെയും കിട്ടാൻ തോന്നും. അതുകൊണ്ട് മാത്രമല്ല ലതയുടെ പിന്നാലെ ഞാൻ പോയത്, അല്ലാതെ ഈ കേസുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ ഈ കേസിൽ ചെറുതായിട്ട് ഇൻവോൾവ് ആയ ഇൻസ്പെക്ടർ ഇബ്രാഹിം, ആ മനുഷ്യൻ മരിച്ചുപോയി. അതുപോലെ തന്നെ പ്രീതിയുടെ ഡെഡ് ബോഡി കിട്ടിയല്ലോ, അത് എല്ലാ ചടങ്ങുകളോടും കൂടി കത്തിച്ചു കളയാണ്. ഇപ്പോൾ പ്രീതിയുടെ അച്ഛൻ മോഹന്റെ അടുത്തേക്ക് ചെന്ന് വിക്രം ക്ഷമയെല്ലാം ചോദിക്കുന്നുണ്ട്. ആ ഒരു മനുഷ്യൻ വിതിമ്പി പൊട്ടുകയാണ്. ദത്തുപുത്രിയാണെങ്കിലും അത്രത്തോളം അവളെ സ്നേഹിച്ചായിരുന്നു. അതുപോലെ ആ ഒരു പെൺകുട്ടിയുടെ ചിതയിലേക്ക് അവസാനമായിട്ട് വിക്രം നോക്കുന്ന സമയത്ത് അവന്റെ അനിയത്തിയുടെ ആ ഒരു ഓർമ്മ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും 2-3 ദിവസം കഴിഞ്ഞു കുറച്ച് കൂളായിട്ടുണ്ട്. അവന്റെ അടുത്ത് നേഹയുണ്ട്. വിക്രമിനെ എന്തോ ഒരു കാര്യം വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന് നേഹയ്ക്ക് മനസ്സിലായി. അപ്പൊ അതെന്താണെന്ന് വിക്രമിനോട് ചോദിച്ചപ്പോൾ വിക്രം ആ ഒരു കാര്യം പറയാണ്. അതായത് രോഹിത് വിക്രത്തിന്റെ ഒറ്റ ചങ്ങാതിയാണ്. ഒരു ഡയറിയിൽ അവൻ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് വിക്രം ഈ ഒരു കേസ് തെളിയിക്കുന്ന രോഹിതിനെ നന്നായിട്ട് അറിയായിരുന്നു. ആ ഡയറിയിൽ ആ ഒരു കാര്യം വ്യക്തമായിട്ട് അവൻ എഴുതിയിട്ടുണ്ട്. ഡിയർ വിക്രം, എന്റെ ആത്മാർത്ഥമായ സുഹൃത്ത്, എന്നെങ്കിലും ഒരു ദിവസം നീ എന്നെ തേടി വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ കാര്യങ്ങളും നീ എന്നെ കണ്ടുപിടിക്കുന്ന അറിയാം. എനിക്ക് കൂടുതൽ ആഗ്രഹമൊന്നുമില്ല. അവളെയും കൂട്ടി എവിടെയെങ്കിലും പോയിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കണം. അത്രയേ ഉള്ളൂ. നിന്റെ നേഹയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഞാൻ അവളൊന്നും ചെയ്യാനും പോകുന്നില്ല. ഇനി അഥവാ നീ എന്നെ കണ്ടുപിടിച്ച് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഫയർ ചെയ്യുന്നത് പോലെ കാണിക്കും. പക്ഷെ ആ ഒരു ഗണ്ണില് ബുള്ളറ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല കേട്ടോ. മരിക്കുകയാണെങ്കിൽ നിന്റെ കൈ കൊണ്ട് മരിക്കട്ടെ. അതിലും ഒരു സന്തോഷം ഉണ്ടല്ലോ. എന്തായാലും ആ ഒരു കത്തൊക്കെ പൂർണ്ണമായിട്ട് വായിക്കുകയാണ്. വിക്രം തന്നെയാണ് പിന്നീട് രോഹിതിന്റെ ആ ഒരു ബോഡി ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് കത്തിച്ചു കളയുന്നത്. ഭയങ്കര ഒരു നോവായിരുന്നു ആ ഒരു കാര്യം. രോഹിതിന്റെ ആ ഒരു മരണം ടപ്പേ എന്നുള്ളൊരു മരണമായിരുന്നല്ലോ. ഒന്നും പറയാനോ ഒന്നും ഇങ്ങോട്ടും സംസാരിക്കാനോ ഒന്നും പറ്റിയില്ലായിരുന്നല്ലോ. എന്തായാലും ആ ഒരു നോവില് ഇപ്പൊ നേഹ അവന്റെ കൂടെ ഉണ്ടല്ലോ. വിക്രത്തിനോട് പറയണം, നീ പേടിക്കുന്നു വേണ്ട, കൂടെ ഞാനില്ലേ, നമുക്കൊന്ന് പോകാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വണ്ടിയിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു വിക്രത്തിന് നേരെ ഒരു ഷൂട്ട് ഔട്ട് നടക്കുന്നുണ്ട്. അവനതിൽ മരിച്ചോ ഇല്ലയോ എന്നൊന്നും വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. എന്നാൽ സിനിമയുടെ 2ാം ഭാഗത്തിലേക്ക് ലീഡ് ചെയ്യാൻ ഓൾറെഡി ആ 2ാം ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല ഇതിന്റെ 3ാം ഭാഗവും ഇറങ്ങിക്കഴിഞ്ഞു. OTT-യിൽ വന്നാൽ തീർച്ചയായിട്ടും ആ 3ാം ഭാഗത്തിന്റെ കഥയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.